പ്രൈസ് ദി ലോർഡ്. Praise the Lord. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ നിമിഷം ഈ ലൈവിൽ നമ്മോടൊത്ത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു ജോസഫ് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. Thank you. ദൂരത്തും ചാരത്തുമായിരുന്ന് വിവിധ മീഡിയകളിലൂടെ ഞങ്ങളെ സദയം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്കിൽ ഞാൻ പറയട്ടെ. ഓരോ ദിവസവും നമ്മോടൊത്ത് ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസൻ ഇന്ന് US-ൽ നിന്ന് വളരെ തിരക്കുകളുടെ നടുവിലും നമ്മോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസനെ ക്ഷണിക്കും മുൻപായിട്ട് കർത്തദാസിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ അനുഗ്രഹീതമേറിയ നിമിഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അവിടുത്തെ നാമം അങ്ങയുടെ അഭിഷേകത്തിലൂടെ വെളിപ്പെടുവാൻ ഇടയാക്കണമേ. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ അഭിഷേകത്തിന് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങളെയും ആമേൻ വിവരിക്കുവാൻ ദൈവം കൃപ നൽകുന്നുവല്ലോ കർത്താവെ. ഇത് ഫേസ്ബുക്ക് ലൈവിലൂടെയും അതുപോലെ തന്നെ കർത്താവെ സൂം പ്ലാറ്റ്ഫോമിലൂടെയും മറ്റേ തുടർന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെയും ഈ സാക്ഷ്യം ശ്രവിക്കുന്ന ഓരോ ഹൃദയങ്ങൾക്കും കർത്താവെ ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി മാറുവാൻ, ക്രിസ്തുവിലേക്ക് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിനും കർത്താവിലേക്ക് ഒരു പടി കൂടി അടുക്കുന്നതിനും കാരണമാക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളാൽ ആവോളം അവിടുത്തെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി കർത്താവെ നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ ദാസിയെ എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം ഞങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ ആയിരിക്കാൻ ഇടയാക്കണം. തുടക്കം മുതൽ ഒടുക്കം വരെയും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും ഒഴുന്നെടുക്കണം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. Amen. ആമേൻ. Amen. പ്രൈസ് ദി ലോർഡ്. Praise the ഹല്ലേലൂയ. Lord. ആമേൻ. കർത്താവിന്റെ ദാസൻ Amen. ആമേൻ ബാബു ജോസഫിനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഇന്ന് അമേരിക്കയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു. തൻ്റെ നമ്മളെ കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് കർത്താവിന്റെ ദാസനെ ഒന്ന് പരിചയപ്പെടുത്തി, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള ഒന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം തൻ്റെ ബാല്യകാലത്തിലെ നല്ല സ്മരണകൾ കർത്താവ് നടത്തിയ വിധങ്ങളൊക്കെ കർത്തദാസിന് സാക്ഷിപ്പാൻ അവസരമുണ്ട്. അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിംഗിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഞാൻ പാസ്റ്റർ ബാബു ജോസഫ്. ഞാനിപ്പോൾ അമേരിക്കയുടെയും മെക്സിക്കോയിലെയും ബോർഡറിലായിരിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ സുവിശേഷ പ്രവർത്തനം മെക്സിക്കോയിലാണ്. എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക്. അവർ രണ്ടുപേരും ചിക്കാഗോയിലായിരിക്കുന്നു. ഞങ്ങൾ മെക്സിക്കോയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ബോർഡറിൽ വന്ന് താമസിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അമേരിക്കയുടെയും മെക്സിക്കോയിലെ ബോർഡറിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതേ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നാം ദൈവത്തെ അന്വേഷിച്ചിറങ്ങുന്നവരാണെങ്കിൽ അവർ ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കും. ദൈവത്തിന് ഒരാളെ കുറിച്ച് ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ദൈവം നടത്തിയിരിക്കും. ദൈവം ചിലപ്പോൾ വഴി മാറ്റിവിടും. ദൈവം ചിലപ്പോൾ ദിക്ക് മാറ്റിവിടും. ദൈവം ചിലപ്പോൾ കാലാവസ്ഥ മാറ്റിവിടും. നമുക്കറിയാം സഹായിയുടെ ഒരു ഓട്ടത്തെ പറ്റി നമുക്കറിയാം. സഹായി ഓടി. പക്ഷെ സഹായിയുടെ ഓട്ടം സഹായി പോലും അറിഞ്ഞില്ല തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഓട്ടമായിരുന്നു ആ ഓടിയതെന്ന്. സഹായിക്ക് യേശുവിനെ ഒന്ന് കണ്ടാൽ മതിയെന്നുള്ള ഒറ്റ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം കാണാൻ ആ ആഗ്രഹത്തോട് എന്നിട്ടും അവിടെ എഴുതിയിരിക്കുന്ന പുള്ളിക്ക് കാണാൻ സാധിച്ചില്ല. എന്നാറെ അവൻ മുന്നോട്ട് ഓടിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഓട്ടം സഹായിയുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഇടയായിത്തീർന്നു. ജോസഫിനെ പറഞ്ഞ് അയക്കുമ്പോഴത്തേക്ക് ജോസഫിന്റെ അപ്പൻ സഹോദരന്മാരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന, പക്ഷെ ആ ജോസഫിന്റെ ആ പോക്ക് മന്ത്രിയാകാനായിട്ടുള്ള പോക്കായിരുന്നു. അധികം അവസാനിക്കുന്ന ജോസഫിന് മന്ത്രി പദവിയിലേക്കാണ്. പക്ഷെ അതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ആ പോക്ക് ഒരു മന്ത്രിയാകാനായിട്ടുള്ള പോക്കായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ പോക്ക് അത് പ്രിയപ്പെട്ടവർ. അതുപോലെ ഒരു ബാലൻ ഒരു മീറ്റിംഗിന് പോകുക. അഞ്ചപ്പം 2 മീനും അമ്മച്ചി ഉണ്ടാക്കിയ മോന് വേണ്ടി പൊതിഞ്ഞ് കൈ കൊടുത്തു. ഈ അമ്മച്ചി അപ്പം ഉണ്ടാക്കിയപ്പോ അമ്മച്ചി അറിഞ്ഞില്ല. അയ്യോ, ഞാൻ ഈ ഉണ്ടാക്കുന്ന 5 അപ്പം 5000 പേർക്ക് ഉള്ള ഭക്ഷണമാണെന്ന് ഈ അമ്മച്ചി അറിഞ്ഞില്ല. അമ്മച്ചി പോലും അറിഞ്ഞില്ല. അമ്മച്ചി മോന് കൊടുക്കാൻ പൊതിഞ്ഞുണ്ടാക്കിയതാ. ഈ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഉണ്ടാക്കുന്ന അപ്പം 5000 പേർക്കാന്ന് ഈ അമ്മച്ചി അറിഞ്ഞില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞില്ല. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ യാത്രകള്, അതുപോലെ രൂത്തിന്റെ യാത്രയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ രൂത്തിന് വിശ്വാസത്താണ് ഒരു പുറപ്പാടാണ്. നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞുള്ള രൂത്തിന്റെ പുറപ്പാട്.
ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും അവർക്ക് ഒരു പ്രത്യാശയ്ക്ക് ഒരു വകയില്ല. വിസ എടുത്ത് അമേരിക്കയ്ക്ക് വരുന്നവർക്ക് ഒരു പ്രത്യാശയുണ്ട്, വിസ എടുത്ത് കാനഡയ്ക്ക് പോകുന്നവർക്ക് ഒരു പ്രത്യാശയുണ്ട്, ലണ്ടനിൽ പോകുന്നവർക്ക് ഒരു പ്രത്യാശയുണ്ട്. ഇത് രൂപത്തിന് യാതൊരു പ്രത്യാശയില്ല, ഒരു ഹോപ്പുമില്ല. എന്തോ ചെയ്യും, എങ്ങോട്ടാ പോകുന്നത്, എന്ത് ഭക്ഷിക്കും, എവിടെ താമസിക്കും, ഇതാണ് മറുപടി. എന്നാൽ ഹല്ലേലൂയ, യൂത്ത് ആ വിശ്വാസത്താൽ പുറപ്പെട്ട യൂത്ത് ചെന്ന് പെട്ടത് ബോവസിന്റെ വയലിലാണ്. അപ്പം ദൈവം കരുതുന്ന ഒരു വയലുണ്ട്. ഹല്ലേലൂയ. പക്ഷെ പുറപ്പാട് വിശ്വാസത്തോടു കൂടിയായിരുന്നു. നിന്റെ ദൈവം എന്റെ ദൈവം. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ദൈവം പലപ്പോഴും എന്റെ അനുഭവത്തിൽ ദൈവം വഴി മാറ്റി വിട്ട ഒരു സന്ദർഭം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞാൻ കോട്ടയത്ത് കുമരകം എന്ന പ്രദേശത്താണ് ജനിച്ചു വളർന്നത്. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഇച്ചിരി വീടി വലിക്കുകയും ഇച്ചിരി തല്ലുപൊളി ഒരു മോശം സ്വഭാവമായിരുന്നുകൊണ്ട് എൻ്റെ അമ്മ എന്നെ പറഞ്ഞു വിട്ടു. അന്നത്തെ ഒരു ആൾദൈവമാണ് കഞ്ഞിക്കുഴി തോമാച്ചൻ എന്ന് പറയും. ആ കാലത്തെ ഒരു ആൾദൈവമാണ്. അപ്പൊ എൻ്റെ അമ്മ എന്നെ വണ്ടിക്കൂലി തന്ന് പറഞ്ഞു വിട്ടു, നീ അവിടെ കഞ്ഞിക്കുഴി പോയി തോമാച്ചായനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ പറഞ്ഞു, നീ ഒന്ന് നന്നാകും, നീ ഒന്ന് പ്രാർത്ഥിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ഇച്ചിരി പൈസ വണ്ടിക്കൂലിക്ക് മിച്ചം കിട്ടും, അതുകൊണ്ട് സിനിമ കാണാം. അപ്പൊ ഞാൻ എനിക്ക് സന്തോഷ കാര്യം, കുഴപ്പമില്ല, വണ്ടിക്കൂലി കിട്ടുന്ന പൈസ കൊണ്ട് ബാക്കി പൈസ കൊണ്ട് സിനിമ കാണാം. അപ്പൊ ഞാൻ കോമരകത്ത് നിന്ന് കോട്ടയത്ത് വന്നിറങ്ങി കഞ്ഞിക്കുഴിക്ക് പോവുക. കഞ്ഞിക്കുഴി ചെന്ന് കവല ചെന്നിട്ട് തോമാച്ചാന്റെ വീട് എനിക്ക് അറിയത്തില്ല. അപ്പൊ തോമാച്ചാനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ പോവുക. അപ്പം അന്ന് എനിക്ക് ഞാനിവിടെ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണ്. എനിക്ക് വലിയ അധികം പ്രായമൊന്നുമില്ല. അപ്പൊ കഞ്ഞിക്കുഴിയിൽ ഞാൻ ഒരു കടയിൽ നിന്ന് ചോദിച്ചു, ഇവിടെ ഒരു തോമാച്ചാനുണ്ടല്ലോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്, അത് ആ വീടാന്ന് ചോദിച്ചു. എന്നെ പോലെ ആ വളവ് തിരിഞ്ഞിട്ട് ഉടനെ അങ്ങോട്ട് ഒരു ഇടത്ത് വശത്ത് ഒരു ഗേറ്റ് ഉണ്ട്, ആ വീടെന്ന് പറഞ്ഞു. ഞാൻ നടന്നു പോയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ വളവ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ഗേറ്റ് കണ്ടു. ഗേറ്റ് പൂട്ടൊന്നുമില്ല, പതിയെ തുറന്നു കയറിയപ്പോ ഒരു തോമാച്ചാൻ അവിടെ ഒരു ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വയാലും അദ്ദേഹം മിറ്റത്തിരിപ്പുണ്ട്. അപ്പൊ ഞാൻ കയറി ചെന്നു, അദ്ദേഹം നോക്കി എവിടെ വരുന്നത്. ഞാൻ ഇങ്ങനെ അമ്മച്ചി പ്രാർത്ഥിക്കാൻ വിട്ടതാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഉടനെ തോമാച്ചാൻ ബൈബിൾ തുറന്നിട്ട് ഒരു വാക്യം എടുത്തു. അത് വിഗ്രഹത്തിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. പെട്ടെന്ന് ഞാൻ എൻ്റെ ആയുസിൽ ആദ്യം കേൾക്കുന്ന, അന്ന് ആദ്യമേ അങ്ങനെ ഒരു വാക്യം കേൾക്കുന്നത്. അത് എനിക്ക് ബൈബിളിനെ പറ്റി വലിയ വാക്യമോ അതിനെപ്പറ്റിയുള്ള പരിചയമോ അതിനെപ്പറ്റിയുള്ള യാതൊന്നും എനിക്കില്ല. അദ്ദേഹം ബൈബിൾ തുറന്നിട്ട് വിഗ്രഹത്തിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവർക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, അവർക്ക് മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. അങ്ങനെ ആ വാക്യം അദ്ദേഹം വായിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം എനിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു, പൊക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, ഹല്ലേലൂയ. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അമ്മയോട് പറഞ്ഞ അദ്ദേഹം പ്രാർത്ഥിച്ചെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തു, മിലിറ്ററിക്കാരനായിട്ട് ജോലി ചെയ്ത്. ഞാൻ അന്ന് ആദ്യത്തെ അവധി കഴിഞ്ഞ്, മിലിറ്ററിയിൽ നിന്ന് അവധി കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് ഇതാ ഈ തോമാച്ചാൻ എന്റെ വീട്ടിലേക്ക് കയറി വരുന്നു. ഞാന് തോമാച്ചാൻ എന്നെ പരിചയമുണ്ടോ, എന്നെ ഓർക്കുന്നുണ്ടോ? ഉടനെ എന്നോട് പറഞ്ഞ മറുപടി, തോമാച്ചാനോ? ഞാൻ തോമാച്ചാനല്ല. ഞാൻ തോമാച്ചാന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, തോമാച്ചാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. നിങ്ങൾ വീട്ടിൽ വന്ന് കാണും, പലരും എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞാൻ പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ തോമാച്ചാനല്ല. തോമാച്ചാൻ ഞാൻ ആ വീട്ടിൽ വന്നതാ, തോമാച്ചാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. അയ്യോ, അതൊക്കെ സത്യമായിരിക്കും. എന്നാൽ സഹോദരൻ, ഞാൻ തോമാച്ചനല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാൻ ജോസഫ് പാസ്റ്ററാണ്. ഹല്ലേലൂയ. ജോസഫ് പാസ്റ്റർ. എന്നിട്ട് നീ തോമാച്ചൻ, നിങ്ങൾ എന്നോട് പറയാഞ്ഞത്? നിങ്ങൾ എന്നോട് ചോദിച്ചും കാണത്തില്ല, നിങ്ങളോട് ചോദിച്ചു കാണിയില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലായിരിക്കും. നോക്കുക, ഞാൻ സംസാരിക്കുന്നത് തോമാച്ചാനാന്ന് പറഞ്ഞ ഇത് കഞ്ഞിക്കുഴി തോമാച്ചനാന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന അദ്ദേഹത്തോട്. ഇത് അദ്ദേഹത്തിനും അറിയത്തില്ല, ഇദ്ദേഹം തോമാച്ചൻ അല്ലെന്നുള്ളത് കാര്യം എനിക്കും അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവത്തിന് മാത്രം അറിയാമായിരുന്നു ഞങ്ങളുടെ ഇടയിൽ ഒരു ദൈവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പരസ്പരം ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം മനസ്സിലാകാതെ ഹല്ലേലൂയ നമ്മെ വഴി തെറ്റിച്ചു വിടുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്നാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം തോമാച്ചാൻ അല്ല, ഇദ്ദേഹം IPCയിലെ ജോസഫ് പാസ്റ്റർ ആണെന്ന്. അദ്ദേഹം ബൈബിള് തുറന്നു, അന്നും എന്നോടൊരു വാക്യം എടുത്തു.
വിഗ്രഹത്തിന് കണ്ണുണ്ടേലും കാണുന്നില്ല. ഹല്ലേലൂയ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. അയ്യോ, ഈ ഈ വാക്യം എനിക്ക് അന്ന് ഇത് തന്നെയാണോ? ഇങ്ങനൊരു വാക്യമാണല്ലോ എന്നോട് പറഞ്ഞത്. ഈ വാക്യം എനിക്ക് ഓർമ്മ, ഇത് അന്ന് ഈ വാക്യം തന്നെയാണല്ലോ പറഞ്ഞത്. വീണ്ടും അതേ വാക്യം എന്റെ മുമ്പിൽ അദ്ദേഹം ബൈബിൾ എന്നോട് ആ വാക്യം എടുത്ത് എനിക്ക് വേണ്ടി വായിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കുക, ദൈവം വഴി മാറ്റി വിടുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം, ഹല്ലേലൂയ, കാലാവസ്ഥയെ മാറ്റിവിടും. ദൈവം വഴി മാറ്റിവിടും. ദൈവം ആ ആ അത് കാലം വീണ്ടും മുന്നോട്ട് പോയി. നോക്കുക, ഞാന് മിലിറ്ററി സർവീസിൽ നിന്നൊക്കെ വാളിന്റെ റിട്ടയർമെന്റ് ഞാൻ അമേരിക്കയിൽ വന്നു. ഞാൻ അമേരിക്കയിൽ വന്നപ്പോൾ അവിടെ എന്താ ഈ പാസ്റ്റർ വന്നിരിക്കുന്നു, ജോസഫ് പാസ്റ്റർ വന്നിരിക്കുന്നു. ഞാൻ അമേരിക്ക വെച്ച് ജോസഫ് പാസ്റ്ററെ കണ്ടു. അന്നൊന്നും ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അന്നേരം എന്നെ കണ്ടപ്പോഴും അദ്ദേഹം ബൈബിൾ തുറന്നിട്ട് ഇതേ വാക്യം തന്നെ, വിഗ്രഹത്തിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് വായുവിൽ സംസാരിക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് എന്നെ ഇതല്ല, വേറൊന്നും പറയാനില്ലേ? ഹല്ലേലൂയ. നോക്കുക പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന് ഒരാളെ കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവം, ഹല്ലേലൂയ, ഒരേ വാക്യത്തിലൂടെ ദൈവം ഇടപെടും. ഹല്ലേലൂയ. അതെ, ദൈവത്തിന് ഒരാളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അത് തക്ക സമയത്ത് നമ്മുടെ മുമ്പിൽ ആളെ നിർത്തി നമ്മളോട് ഇടപെടും, നമ്മളോട് സംസാരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ പലപ്പോഴും നമ്മളിത് കേട്ടിട്ടും അനുസരിക്കാൻ മനസ്സില്ലാതെ നമ്മൾ മറുതലിച്ച് നടക്കുന്നവരുണ്ട്, നമ്മുടെ താല്പര്യം കാണിക്കാതെ നടക്കുന്നവരുണ്ട്. പലപ്പോഴും നമ്മുടെ, ഹല്ലേലൂയ, നമ്മളത് അംഗീകരിക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കത്തില്ല. അത് അങ്ങനെ ചില സാഹചര്യങ്ങൾ സമ്മതിക്കത്തില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ പ്രിയപ്പെട്ടവര്, അത് ഞാൻ അന്നും കേട്ടെങ്കിലും ഞാനതൊന്നും കാര്യമായിട്ട് എടുക്കാനോ ആ വചനമൊന്നും അത് കേട്ട് അനുസരിക്കാനൊന്നും ഞാനും എല്ലാവരെയും പോലെ തന്നെ തയ്യാറായില്ല. എങ്കിലും പ്രിയപ്പെട്ടവര്, കാലം മുന്നോട്ട് പോയാലും ദൈവത്തിന്റെ ഒരു സമയമുണ്ടല്ലോ. അതെ, ആ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ബാലസിംഹങ്ങളും എറികിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്താണ്? ഹല്ലേലൂയ. ആ വചനം, അതെ, ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അത് നാം ദൈവത്തിന്റെ വചനം നാം എങ്ങനെ വിശ്വസിക്കുന്നുവോ, ദൈവത്തിന്റെ വചനം നാം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവോ, അങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ആ വചനം പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നു, ഞാന് ചൈനയിൽ പോയപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ ചൈന എന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ള രാജ്യമാണെന്നായിരുന്നു. ഭയങ്കര ചൂടുള്ള രാജ്യമാണ് ചൈന. അങ്ങനെ ഞാൻ ആ ചൂടുള്ളതെന്ന് വിചാരിച്ച ചൈനയിൽ ഒരു ടീഷർട്ടൊക്കെ ഇട്ട്, സാധാരണ ഒരു പാൻറ്റുകൾ, എന്ന് പറഞ്ഞ ഒരു കോട്ടോ അല്ലെങ്കിൽ ആ ഒരു ജാക്കറ്റോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം അത് വലിയ ചൂടുള്ള രാജ്യമാണ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒന്നും കരുതിയില്ല. സാധാരണ നമ്മൾ പോകുന്ന പോലെ ഒരു ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ഞാൻ ചൈനയിൽ ചെന്നിറങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഞാൻ ചെന്ന് ഇറങ്ങുന്ന ചൈന, ആ സിറ്റി ഭയങ്കര കൊടും തണുപ്പ്, മഞ്ഞ് വീണ് നിറഞ്ഞു കിടക്കുന്നു, ഫ്രീസിങ് വെതറാണ്. അയ്യോ, ഒരു മനുഷ്യൻ, എന്തോ ഒരു തണുപ്പ്, അതിഭയങ്കര തണുപ്പ്. ആ ചൈന ഭാഷ എന്നെ റിസീവ് ചെയ്യാൻ വന്നു. ആ എയർപോർട്ടിൽ വന്ന് എന്നെ കണ്ടോണ്ട് അദ്ദേഹം അന്നപ്പെട്ട് നിൽക്കുക, നീ ഇങ്ങനെയാണോ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അയ്യോ ഭാഷ എനിക്കറിയത്തില്ലായിരുന്നു, ഇത് ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, വലിയ ചൂടാന്നാ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ എല്ലാം എനിക്ക് വേണ്ടി ഒരു ജാക്കറ്റ് ഒന്നും കരുതിയിട്ടില്ലായിരുന്നു. പ്രിയപ്പെട്ട അന്ന് തന്നെ എന്നെ അദ്ദേഹം ഒരു മീറ്റിംഗിലേക്ക് കൊണ്ടുപോകണം ചൈനയിൽ. പെട്ടെന്ന് ഒരു ജാക്കറ്റ് മേടിക്കാനോ ഒരു നല്ല കനമുള്ള സോക്സ് മേടിക്കാനോ ഇതിനൊന്നും സമയം കിട്ടിയില്ല. അദ്ദേഹം നേരെ എന്നെ ആ മീറ്റിംഗിലേക്ക് കൊണ്ടുപോയി. ഈ മീറ്റിംഗ് തന്നെ നടക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബേസ്മെന്റ് അണ്ടർഗ്രൗണ്ടിലാണ് നടക്കുന്നത്. അപ്പം ഈ മോളിൽ ഇത്രയും തണുപ്പാണെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ എന്തോ ഒരു തണുപ്പായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അണ്ടർഗ്രൗണ്ടിലേക്ക് ചെന്നപ്പോൾ അത് അതിഭയങ്കര തണുപ്പ്. എന്റെ വിരലൊക്കെ ഇങ്ങനെ കോച്ചാൻ തുടങ്ങി, എന്റെ കാല് വിരലൊക്കെ കോച്ചാൻ തുടങ്ങി. എന്റെ ദൈവം, എനിക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ ശരീരം മുഴുവൻ തണുത്ത് മരയ്ക്കാൻ തുടങ്ങി. അയ്യോ, ആരെങ്കിലും അവിടെ ഹീറ്റിംഗ് സിസ്റ്റം ഇല്ല, ഒരു പ്ലഗ് കുത്തി ഒരു ഹീറ്റർ വെച്ചിരുന്ന് ഞാൻ ആഗ്രഹിച്ചു. അവിടെ ഒരു ഹീറ്റിംഗും ഇല്ല, അവിടെ യാതൊരു ഹീറ്റിംഗ് സിസ്റ്റം ഇല്ല, ഇച്ചിരി തീയിട്ട് ചൂടാക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവിടെ ഇഷ്ടംപോലെ ചൈനക്കാർ വന്നിരിപ്പുണ്ട്. മീറ്റിംഗ് ഒക്കെ ഇന്ത്യൻ പാസ്റ്റർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കേൾക്കാൻ വന്നിരിപ്പുണ്ട്. അവരൊക്കെ നല്ല പ്രിപ്പയർ ആയിട്ടാണ് വന്നിരുന്നത്. അവർ ഡബിൾ ജാക്കറ്റ് ഇട്ട്, ഡബിൾ തൊപ്പി വെച്ച്, ഡബിൾ സോക്സ് ഇട്ട് നല്ല പ്രിപ്പയർ ആയിട്ട് അവർ ചൈനക്കാരെല്ലാം വന്നിരിപ്പുണ്ട്. ഞാൻ മാത്രം പ്രിപ്പയർ അല്ലായിരുന്നു ആ കാലാവസ്ഥയ്ക്ക്. പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ അവരിങ്ങനെ പാട്ടൊക്കെ പാടി, എന്നെ കേൾക്കാൻ പ്രതീക്ഷ നിൽക്കുകയോ, എന്റെ കൈയും എന്റെ വിരലുകളൊക്കെ കോച്ചാൻ തുടങ്ങി. ഞാൻ എന്റെ ദൈവമേ, എന്ത് ചെയ്യും എന്ന് എനിക്കറിയാൻ മേലാതെ ഞാൻ ഭാരപ്പെട്ടു. പിന്നെ എനിക്ക് ഒന്നും ചിന്തിക്കുക, ഞാൻ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും
ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? എവിടുന്ന് ഞാൻ ഹീറ്റർ കൊണ്ടുവരും? എവിടുന്ന് ഹീറ്റ് കൊണ്ടുവരും? എന്തോ ഞാൻ ചെയ്യും? എങ്ങനെ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ശരീരം മുഴുവൻ തണുത്ത് മരയ്ക്കാൻ തുടങ്ങി. എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തില്ല. ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞ ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഈ വെതർ കാലാവസ്ഥയോട് മാറുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു. പച്ച മലയാളത്തിലാണ് പറയുന്നത്. ചൈനക്കാരെല്ലാം കേട്ടോണ്ടിരിക്കുക. അവർ വിചാരിച്ചു ഇന്ത്യൻ ഭാഷക്ക് വട്ടുപിടിച്ചെന്ന്. അതിന് സത്യം പറഞ്ഞാൽ എനിക്ക് വട്ടുപിടിച്ചു. ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ കാലാവസ്ഥ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ കാലാവസ്ഥ മാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ഞാൻ ഓരോ വിളിച്ചു പറയും. എന്നിട്ട് ഞാൻ നോക്കും, എന്തെങ്കിലും സംഭവിച്ചോ? ആരെങ്കിലും തൊപ്പിയെടുത്ത് മാറ്റിയോ? ആരെങ്കിലും ജാക്കറ്റ് ഊരിയോ? ഇതിനകത്ത് അന്തരീക്ഷത്തിൽ വ്യത്യാസം വന്നോ? ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും ജാക്കറ്റ് ഇട്ടിരിക്കുന്നു, എല്ലാവരും തൊപ്പി വെച്ചിരിക്കുന്നു, ആർക്കും ഒരു ഹീറ്റിംഗ് അനുഭവപ്പെടുന്നില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ കാലാവസ്ഥയോട് കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ കാലാവസ്ഥ മാറുവാൻ കൽപ്പിക്കുന്നു. ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. ഞാൻ വീണ്ടും നോക്കി, എന്തെങ്കിലും മാറ്റമുണ്ടോ? അയ്യോ, ഞാൻ ഓർത്ത് എന്റെ പടക്കം പൊട്ടിയില്ല. ചില പടക്കം പൊട്ടും, ചിലത് ഷൂ ആയി പോകും, ചിലത് പൊട്ടും. അയ്യോ, എന്റെ പടക്കം ഷൂ ആയി പോയി തോന്നുന്നു. അയ്യോ, ഇത് പൊട്ടുന്നില്ല. ഞാൻ വിട്ടും വിശ്വാസം കൈവിട്ടില്ല. ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഈ കാലാവസ്ഥയോട് ഞാൻ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നോക്കി, ആരെങ്കിലും ജാക്കറ്റ് ഊരുന്നുണ്ടോ? എന്തെങ്കിലും വ്യത്യാസം ഈ റൂമിനകത്ത് വന്നോ? ഒന്നുമില്ല. ഞാൻ വീണ്ടും വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതെ, നമ്മളെ വിടുവിക്കുന്ന ദൈവത്തിന്റെ വചനം. പലപ്പോഴും നമുക്ക് പണം കൊണ്ട് നേടാൻ നമ്മൾ വിചാരിക്കും, വിചാരിക്കും ടെക്നോളജി കൊണ്ട് നേടാൻ നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കൊണ്ടോ മരുന്ന് കൊണ്ടോ നേടാൻ നമ്മൾ വിചാരിക്കും. എന്നാൽ പലപ്പോഴും നമുക്ക് സമ്പത്തുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് പ്രയോജനപ്പെടത്തില്ല. ഇതൊന്നും നമുക്ക് ഒരു യാതൊരു പ്രയോജനം ചെയ്യാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ തിരുവചനം. അതേ, ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനം. അതേ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഞാൻ ഈ കാലാവസ്ഥയോട് വീണ്ടും കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഈ കാലാവസ്ഥ മാറട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നോക്കി എന്തെങ്കിലും സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഭയങ്കര അത്ഭുതം അവിടെ സംഭവിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിൽക്കുന്ന അത്രയും സ്ഥലത്ത് ഹീറ്റിംഗ് വരാൻ തുടങ്ങി. ഞാൻ നിൽക്കുന്ന അത്രയും ഭാഗത്ത് നല്ല ഹീറ്റിംഗ് വരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ നിൽക്കുന്ന അത്രയും ഭാഗത്ത് മാത്രം നല്ല ചൂടടിക്കാൻ തുടങ്ങി. എനിക്ക് അനുഭവപ്പെട്ടു, എന്റെ ശരീരം ചൂടാകുന്നു. എന്റെ ശരീരത്തിന് എന്റെ കോച്ചിരുന്ന വിരലുകളൊക്കെ നേരെയാകാൻ തുടങ്ങി. എന്റെ ശരീരം ഹീറ്റ് പിടിച്ചു. എനിക്ക് മനസ്സിലായി, എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി എന്റെ ശരീരത്തിൽ നല്ല ഹീറ്റ് കിട്ടിയെന്ന്. എന്റെ ശരീരത്തിന് അല്പം പുഷ്ടി ലഭിക്കാൻ തുടങ്ങി. എനിക്ക് എവിടുന്നോ ഹീറ്റിംഗ് വരുന്നു. ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്ന ആ റൗണ്ടിൽ നിന്ന് ഞാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ഭയങ്കര തണുപ്പ്. ഞാൻ പുറകോട്ട് മാറി, ഞാൻ നിൽക്കുന്നിടത്ത് നിന്നാൽ നല്ല ചൂട്. ഞാൻ നിൽക്കുന്ന അത്രയും സ്ഥലം റൗണ്ടിൽ നല്ല ചൂട്. എന്നെ കേൾക്കാതിരിക്കുന്ന ചൈനക്കാർക്ക് ആർക്കും ചൂടില്ല. അവരെല്ലാം തണുപ്പിൽ ജാക്കറ്റൊക്കെ ഇട്ട് ഭദ്രമായിട്ട് അവർ ഇരിക്കുകയാണ്. അവർക്കാർക്കും ആ ചൂട് ലഭിക്കുന്നില്ല. എനിക്ക് മാത്രം ഞാൻ നിൽക്കുന്ന അത്രയും ഭാഗം ചൂടാകാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നത് എന്താണ്? ഈ മുറി മുഴുവൻ ഇപ്പൊ ചൂടാകും, ഈ പ്രദേശം മുഴുവൻ ചൂടാകും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ വിചാരിച്ച പോലെ അല്ല ദൈവം പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചൈനയിൽ വെച്ച് ഹല്ലേലൂയ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചത് മുറി മുഴുവൻ ചൂടാകുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ദൈവം ഹല്ലേലൂയ ഞാൻ നിന്നിടത്ത് എനിക്ക് വേണ്ടി മാത്രം ചൂട് അനുവദിച്ചു തന്നു. എവിടുന്നോ അത്രയും ഭാഗത്ത് ഹീറ്റിംഗ് വരുവാനും എന്റെ ശരീരം ചൂടാകുവാനും നല്ലൊരു ദൈവിക ശുശ്രൂഷ അവിടെ തികയ്ക്കുവാനും സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്തു. എന്താണ്? ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതെ, നമ്മൾ പലപ്പോഴും വിചാരിക്കും പണം ഉണ്ടെങ്കിൽ എന്തും നമുക്ക് നേടാം, നമുക്ക് ധനമുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തും നേടാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പണമുണ്ടെങ്കിലും ധനമുണ്ടെങ്കിലും പലപ്പോഴും പല കാര്യങ്ങളും എല്ലാം നേടാമെന്ന് നമ്മൾ വിചാരിച്ചാലും പലപ്പോഴും അതൊന്നും നമുക്ക് പ്രയോജനപ്പെടത്തില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഒത്തിരി വരും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും ചിലപ്പോൾ പ്രയോജനപ്പെടത്തില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഭാര്യയ്ക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നു. ഹല്ലേലൂയ. എല്ലാവരും അമേരിക്കയിലെ ഡോക്ടേഴ്സ് ഒക്കെ വിധി എഴുതി 3 മാസം കൊണ്ട് എന്റെ ഭാര്യ മരിച്ചു.
മരിച്ചു പോകുന്നു. അതെ പ്രിയപ്പെട്ടവര്, കാരണം അന്ന് എനിക്ക് ഏത് ഡോക്ടർമാരെ കൊണ്ടുവന്ന് വേണമെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യിക്കാം, ലോകത്തിന്റെ ഏത് കോണിൽ കൊണ്ടുപോയി വേണമെങ്കിലും അത് ട്രീറ്റ്മെന്റ് ചെയ്യാം, ഏത് മരുന്ന് വേണമെങ്കിലും എനിക്ക് വരുത്താൻ സാധിക്കും. നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കാലഘട്ടം, നല്ല ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള കാലഘട്ടം, എന്ത് വേണേലും ചെയ്യാം. പക്ഷെ ഒരു പ്രയോജനമില്ല. എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും പ്രയോജനമില്ല. പണം ഉണ്ടെങ്കിലും ധനമുണ്ടെങ്കിലും കാര്യമില്ല. അമേരിക്കയിലാണെങ്കിലും ലണ്ടനിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ വലിയ ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ വലിയവരും കൈവിട്ടു. 3 മാസം കൊണ്ട് മരിക്കുമെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. എന്റെ 2 കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. അതെ, ഡോക്ടർ നമ്മളെ കൈവിടും, ടെക്നോളജി നമ്മളെ കൈവിടും, വൈദ്യ സഹായങ്ങൾ നമ്മളെ കൈവിടും, ധനവും മാനവും പുരാതന സമ്പത്തും നമ്മളെ കൈവിടും. എന്നാൽ നമ്മളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. അതെ, ഹല്ലേലൂയ. ആ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതെ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. ഇന്ന് പ്രിയപ്പെട്ടവരെ, 23 വർഷമായി ഇന്നും ഹല്ലേലൂയ 7 അവയവങ്ങളില്ലാതെ എന്റെ ഭാര്യ ജീവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. 7 അവയവങ്ങൾ ഇന്നും എന്റെ വൈഫിന് ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇന്നും 23 വർഷമായിട്ട് എന്റെ വൈഫ് ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് 7 അവയവങ്ങളില്ല, അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം സൂപ്പ് മാത്രമേ കഴിക്കാവുള്ളൂ. കാരണം എന്തെങ്കിലും ഇറച്ചിയോ മീനോ മുട്ടയോ ഏതെങ്കിലും അങ്ങനെയുള്ള ഫുഡ് കഴിച്ചാലേ ദഹനമില്ല. അതുകൊണ്ട് സൂപ്പ് കഴിക്കാൻ പറ്റത്തുള്ളൂ. 7 അവയവങ്ങൾ വയറ്റില്ലാത്തതുകൊണ്ട് ദഹിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല, കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ സൂം മീറ്റിംഗിലൂടെ കൂടെ നിങ്ങളോട് പറയാം, ഇതൊരു രഹസ്യമാണ്, പുറത്താരോടും പറയരുത്, ഇതാരും അറിയരുത്. ഈ കേൾക്കുന്ന ഭാഷമാമ ഇതാരോടും പറയരുത്, രഹസ്യമാണ്. ഇന്ന് രാവിലെ ഞാനും എന്റെ ഭാര്യയും കൂടെ കഴിച്ചപ്പോൾ എന്നെക്കാൾ കൂടുതൽ ഭക്ഷിച്ചത് എന്റെ ഭാര്യയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞു സൂപ്പേ കഴിക്കാവുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഞങ്ങൾ ഏത് റെസ്റ്റോറന്റിൽ കയറിയാലും, ഞങ്ങൾ എവിടെ നിന്ന് കഴിച്ചാലും എന്നേക്കാൾ കൂടുതൽ ഇറച്ചി തിന്നുന്ന എന്റെ ഭാര്യ, എന്നേക്കാൾ മുട്ട കഴിക്കുന്ന എന്റെ ഭാര്യ, സകല ഫുഡും കഴിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ എന്റെ ഭാര്യ കഴിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ ഡോക്ടർ പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് 7 അവയവമില്ല, പുള്ളിക്കാരി ഹാൻഡിക്യാപ്പ് ആണെന്ന് പറഞ്ഞു. ഹാൻഡിക്യാപ്പ് എഴുതി, റിപ്പോർട്ട് എഴുതി. അപ്പൊ ഇനി ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ഹാൻഡിക്യാപ്പ്, സൈനൊക്കെ കാറെ വെച്ച് ഹാൻഡിക്യാപ്പിലൊക്കെ പാർക്ക്, ഇങ്ങനെയുള്ള എല്ലാം പേപ്പറൊക്കെ ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവര്, ഹല്ലേലൂയ, ഹാൻഡിക്യാപ്പ് എഴുതിയ എല്ലാ റെക്കോർഡും ദൈവം മാറ്റി എഴുതി മടക്കി ജോലിക്ക് അയക്കാൻ ഇടയാക്കിയിരുന്നു. 3 പ്രൊമോഷൻ ജോലി പോയി. എന്റെ ദൈവം 3 പ്രൊമോഷൻ ജോലിയിൽ കൊടുത്തു. ഏതാണ്ട് 60-70 രാജ്യങ്ങളിൽ എന്റെ കൂടെ എന്റെ ഭാര്യ യാത്ര ചെയ്തു. ഹല്ലേലൂയ. ഡോക്ടർ എഴുതി ഹാൻഡിക്യാപ്പ് ആണെന്ന്. അതെ, റിപ്പോർട്ടുകൾ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. വഴി മാറ്റിവിടുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. കാലാവസ്ഥയെ മാറ്റിവിടുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ചിലപ്പോൾ പണം നമ്മളെ കൈവിടും, ഹല്ലേലൂയ, ധനം നമ്മളെ കൈവിടും, ഡോക്ടർ നമ്മളെ കൈവിടും, മരുന്നുകൾ, ടെക്നോളജികളൊക്കെ നമ്മളെ കൈവിടും. അതൊന്നും ചിലപ്പോൾ നമ്മുടെ കാര്യത്തെ സാധിപ്പിച്ച് തരത്തില്ല. പക്ഷെ നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതെ, അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. സകല നാമത്തിനും മേലായ നാമം അവന്റെയാണ്. സകല മുഴങ്കാലും മടങ്ങുന്ന നാമം അവന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു എന്ന സത്യദൈവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. അവന് അസാധ്യമായതൊന്നുമില്ല. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളിപ്പോൾ മെക്സിക്കോയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രാവശ്യം മെക്സിക്കോയിൽ ഒരു പ്രവർത്തനം കഴിഞ്ഞ് ഞാനിത് ചില മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേട്ടവരൊക്കെ കാണും, എങ്കിലും കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയട്ടെ. ഈ മീറ്റിംഗ് നല്ലൊരു മീറ്റിംഗ് കഴിഞ്ഞു. പലരെ അവിടെ സ്നാനപ്പെടുത്തി. രാത്രിയിൽ പാതിരായ്ക്ക് ഞങ്ങൾ മെക്സിക്കോയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ വണ്ടി കേടായി പോയി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം മെക്സിക്കോയെ പറ്റി. നമ്മൾ ഫോറിനേഴ്സിനെയൊക്കെ നിമിഷ നേരം കൊണ്ട് കിഡ്നാപ്പ് ചെയ്യും. എന്നിട്ട് നമ്മളെ കിഡ്നാപ്പ് ചെയ്ത് അവര് വിരലൊക്കെ മുറിച്ച് വീഡിയോ പിടിച്ച് പിള്ളേരെ കൊണ്ട് കാണിച്ചു കൊടുക്കും. നമ്മളെ വിരൽ മുറിച്ചിട്ട് അയ്യോ എന്ന് വെക്കുന്ന കരച്ചിലൊക്കെ പിള്ളേരെ കേൾപ്പിച്ചു കൊടുത്തിട്ട് 5, 6, 10 മില്യനൊക്കെ ചോദിക്കും. ഇത് അവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാ മെക്സിക്കോയില്. നമ്മളൊരു വിജനമായ സ്ഥലത്ത് പാതിരായ്ക്ക് വണ്ടി കേടായി കിടക്കുക. ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ കിഡ്നാപ്പ് ചെയ്യപ്പെടുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഒരു വെട്ടമില്ല, വെളിച്ചമില്ല, ഒരു വണ്ടി വരുന്നില്ല, ഒരു വീടില്ല, വിളിക്കാൻ ആളില്ല, ഒന്നും നിവൃത്തിയില്ല. വണ്ടി ഡെഡായി പോയി. നമ്മുടെ കയ്യിൽ ഫോൺ ഇരിപ്പുണ്ട്, ഒരു പ്രയോജനമില്ല. നമ്മുടെ ടെക്നോളജി മുഴുവൻ ഇരിപ്പുണ്ട്, ഒരു പ്രയോജനമില്ല. അമേരിക്കൻ പാസ്പോർട്ട് ഉണ്ട്, വിസയുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം
കയ്യിലിരുന്നിട്ട് എന്തോ പ്രയോജനം? ഒന്നും പ്രയോജനപ്പെടുന്നില്ല. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലാത്ത കാര്യങ്ങൾ നടക്കും പ്രിയപ്പെട്ടവര്. ചിലപ്പോ നമ്മൾ വിചാരിക്കും ടെക്നോളജി മുഴുവൻ കയ്യിലുണ്ട്, ഒരു പ്രയോജനമില്ല. അല്ലല്ല, അതൊക്കെ വീട്ടിലിരുന്നാലേ കാര്യമുള്ളൂ. അല്ലല്ല, എന്റെ പ്രിയപ്പെട്ടവര്, ഇതൊന്നും പ്രയോജനപ്പെടാത്ത ചില സാഹചര്യങ്ങൾ. എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും എന്നെ കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. വിളിച്ചു പറഞ്ഞു വിശ്വാസത്തോടെ, ബാലസിംഹങ്ങളും എന്നെ കിട്ടാതെ വിശന്നിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, സ്റ്റാർട്ടാകാതെ കടന്ന് എന്റെ കാറ് സ്റ്റാർട്ടായി, അല്ല സ്റ്റാർട്ടായില്ല, സ്റ്റാർട്ടാകാതെ അത് ഓഫായി ഡെഡായി കിടക്കുന്ന വണ്ടി ഓടാൻ തുടങ്ങി. ഇഞ്ചൻ ഡെഡായി കിടക്കുകയാണ്, ലൈറ്റ് ഓൺ ആകുന്നില്ല, സ്വിച്ച് ചാവിയിട്ട് താക്കോൽ എത്തിച്ചാൽ അങ്ങോട്ട് ഇങ്ങനെ തിരിയുന്നല്ല, അതുപോലെ അനക്കവുമില്ല. ബാറ്ററി ഡെഡ്, ലൈറ്റ് ഡെഡ്, ഇഞ്ചൻ ഡെഡ്, മുഴുവൻ വണ്ടി ഡെഡായി കിടക്കുകയാണ്. പക്ഷെ ഈ വണ്ടി ഓടാൻ തുടങ്ങി. നമ്മൾ സ്റ്റിയറിംഗ് മാത്രം തിരിച്ചു കൊടുത്താൽ മതി, വണ്ടി ഓടുകയാണ്. സ്റ്റാർട്ടല്ലാത്ത വണ്ടി ഓടാൻ തുടങ്ങി. 50 മിനിറ്റ് ഈ വണ്ടി ഓടി ഒരു ഓട്ടോ സ്റ്റോപ്പിന്റെ മുമ്പിൽ പോയി നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. വീണ്ടും ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു പ്രാവശ്യം ഒരു മെക്സിക്കോ മിഷൻ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ വരികയായിരുന്നു. അതുപോലെ രാത്രിയിൽ ഒരു ഹൈവേയുടെ അടുത്ത് നിന്നപ്പോൾ എൻ്റെ കൂടെ 1-2 സ്പാനിഷ് മെക്സിക്കോ പാസ്റ്റർമാർ, അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണ് വണ്ടി ഓടിച്ചത്. ഒരു ഹൈവേയുടെ സൈഡിൽ നിർത്തി, ഒന്ന് ബാത്റൂമിലൊക്കെ പോകാനൊക്കെ ആയിട്ട് നിർത്തി. അപ്പോൾ അതും ഒരു അപകടം പിടിച്ചൊരു മേഖലയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് ബാത്റൂമിലേക്ക്, പെട്ടെന്ന് നമുക്ക് തിരിച്ച് വണ്ടി വരണം, വണ്ടിയൊക്കെ എല്ലാം ലോക്ക് ചെയ്ത് ചില്ലൊക്കെ അടച്ചേക്കണം എന്നൊക്കെ പാസ്റ്റർ പറഞ്ഞത് ഒരു നല്ല ഏരിയ അല്ലെന്ന് പറഞ്ഞ്, അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് എല്ലാം ചില്ലെല്ലാം കയറ്റി അടച്ച് പുറത്തിറങ്ങി. പ്രിയപ്പെട്ടവര്, താക്കോൽ അകത്തായി പോയി. ഞാൻ ഡോർ ലോക്ക് ചെയ്തു. എല്ലാരും പുറത്ത്, ഞാനും പുറത്ത്. വണ്ടിക്കകത്ത് താക്കോലായിപ്പോയി, ഡോർ ലോക്കായിപ്പോയി. എന്റെ ദൈവമേ, അവിടുത്തെ ഭാഷ നമുക്കറിയത്തില്ല, അവിടെ നമുക്ക് പരിചയമുള്ള ഒരു മനുഷ്യനും ഇല്ല. എന്റെ ദൈവമേ, ആരെ വിളിക്കും, എന്ത് ചെയ്യും? ഞങ്ങളുടെ എക്സ്ട്രാ കീ ഇല്ല. ആൾക്കാരെല്ലാം ക്ഷീണിച്ച് മിഷൻ ട്രിപ്പിൽ തളർന്ന് വീട്ടിൽ ചെന്നൊന്ന് ഒന്ന് കുളിച്ചിട്ട് ദിവസങ്ങളായി, നല്ല ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. എല്ലാവരും ക്ഷീണിച്ചിരിക്കുക. മടങ്ങി വീട്ടിലേക്ക് പോയി എങ്ങനെയും ചെന്നൊന്ന് കുളിച്ച് കടക്കാൻ വേണ്ടിയിട്ട് ക്ഷീണിച്ചിരിക്കുമ്പോഴാ താക്കോലകത്തായി പോയി, വണ്ടി ലോക്ക് ചെയ്തു. എല്ലാവരും പാസ്റ്ററേ എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു. കാരണം എന്റെ ഈ അബദ്ധം വന്നത്. ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, ഞാനാണ് ഈ അബദ്ധം കാണിച്ചത്, രക്ഷിക്കണമേ. ഞാൻ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. ഞാൻ മലയാളത്തിലായി പറയുന്നത്. മെക്സിക്കര് സ്പാനിഷുകാര് കേട്ടിട്ട് പറഞ്ഞു, ഈ ഭാഷക്ക് വട്ടാന്ന്. ശരിയാണ്, എനിക്ക് ചിലപ്പോ ഇങ്ങനെ വട്ടമുണ്ട്. പറഞ്ഞു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഞാൻ വിശ്വാസത്താൽ ചെന്ന് ഡോറെ പിടിച്ച ഒറ്റ വലി വലിച്ചു, ഇത് തുറന്നിഞ്ഞു പോന്നു. ഹല്ലേലൂയ. എല്ലാരും ഓടി വന്നു. ഭാഷ താക്കോൽ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു, താക്കോല് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു, പക്ഷെ ദൂതൻ താക്കോലുമായിട്ട് വന്ന് തുറന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൂതൻ ഒരു താക്കോലിട്ട് തുറന്നു. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാരും വണ്ടിയെ കയറി പ്രിയപ്പെട്ടവര്. അതെ, ഹല്ലേലൂയ. ദൈവം ദൂതനെ വിട്ട് ആ ഡോർ തുറന്നു. അതെ, ബാലസിംഹങ്ങളും ഇത് കിട്ടാതെ വിശന്നിരിക്കും. നമുക്ക് പലപ്പോഴും പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ധനമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ആയെന്ന് വരത്തില്ല. ഡോക്ടർ നമ്മളെ ഉപേക്ഷിച്ചിരിക്കും, ടെക്നോളജി നമ്മളെ ഉപേക്ഷിച്ചിരിക്കും. പ്രിയപ്പെട്ടവര്, ഹല്ലേലൂയ, ഇതൊന്നും പെടണമെന്ന് നിർബന്ധമില്ല. അവിടെയൊക്കെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനമുണ്ട്. അതാണ് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവം, നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇതുപോലെ ഒരു ആഫ്രിക്കൻ രാജ്യത്തെ കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. അതേ, ഒരു ആഫ്രിക്കൻ രാജ്യത്തെ ഒരു മീറ്റിംഗില് ആ പാസ്റ്ററുമായിട്ട് ഞങ്ങൾ പോയി. അപ്പൊ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വലിയ ഒരു വനത്തിൽ കൂടെ ഞങ്ങൾക്ക് വരണം. അപ്പം ആ വനത്തിൽ രാത്രിയായാല് ആന ഇറങ്ങാൻ തുടങ്ങും. അപ്പൊ അദ്ദേഹം നമുക്ക് പെട്ടെന്ന് രാത്രിയാകുന്നതിന് മുമ്പ് ഈ വനം ക്രോസ് ചെയ്ത് പുറത്തിറങ്ങണം, അല്ലെങ്കിൽ പിന്നെ പ്രയാസം വരും, ആന ഇറങ്ങാൻ തുടങ്ങുമെന്ന് പറഞ്ഞ് ഞങ്ങള് മീറ്റിംഗ് ഒക്കെ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് തീർത്തു. ഞങ്ങള് പെട്ടെന്ന് ഈ വനം ക്രോസ് ചെയ്ത് നമുക്ക് പുറത്തിറങ്ങണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മീറ്റിംഗ് നേരത്തെ തന്നെ നിർത്തി. ഒരു ചെറിയ സ്കൂട്ടറാണ്, ഈ ഒരു തുരുമ്പ് പിടിച്ചൊരു സ്കൂട്ടർ, ആഫ്രിക്കയിലെ കാര്യത്തില് അതിങ്ങനെ പെട്ടെന്ന് പോയി, സ്പീഡൊന്നും ഇല്ല. അത് ഞങ്ങൾ ഇങ്ങനെ വന്നു. ഈ വനത്തിന്റെ നടുക്ക് വന്നപ്പോ പ്രിയപ്പെട്ട ഒരു അതിഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് മുന്നിൽ കാണാൻ പറ്റില്ല. ഒരു വിധത്തിലും ഈ സ്കൂട്ടർ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല.
ഈ സ്കൂട്ടർ പതി ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് ആ പാറ്റ കയറ്റി നിർത്തി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ദൈവമേ ഈ മഴയൊന്ന് മാറിയിട്ട് പോകാൻ. ഞങ്ങൾ മുഴുവൻ നനഞ്ഞു കുതിർന്ന് ഞങ്ങളുടെ ഷൂ മുഴുവൻ വെള്ളമായി നിന്ന് പ്രിയപ്പെട്ടവരെ നിന്നു. 1 മണിക്കൂറായി, 2 മണിക്കൂറായി പ്രിയപ്പെട്ടവർ. രാത്രി ഇരുട്ടായി, ഭയങ്കര മഴ. ഞങ്ങൾ നിൽക്കുന്ന ആ മരത്തിന്റെ സൈഡിലൂടെ ഒരു ചെറിയ നദി ഒഴുകുന്നുണ്ട്. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നദിയിലെ വെള്ളം പൊങ്ങി 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 പൊങ്ങി. ഇപ്പൊ നദി ഏതാ, റോഡ് ഏതാ, കര ഏതാ ഒന്നും അറിയത്തില്ല. മൊത്തം ഫ്ലഡായി. ദൈവമേ ആന ഇറങ്ങാൻ തുടങ്ങി. മരത്തിന്റെ ചുറ്റിനൂടി ഒക്കെ കാണാം. ദൈവമേ ആന നടക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒത്തിരി ധൈര്യം പ്രസംഗിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവരും കാണും ധൈര്യമൊക്കെ പ്രസംഗിച്ചവര്. പക്ഷെ മരണം മുന്നിൽ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്ര നമ്മൾ വിചാരിക്കുന്നത് അത്ര ഈസി അല്ല കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കാര്യം നമ്മള് മുഖാമുഖം മരണം കാണുമ്പോൾ നമ്മൾ ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മൾ പ്രസംഗിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. അത് അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. സ്റ്റേജിൽ നിന്ന് ധൈര്യം പറയാനും പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ മുന്നിൽ മരണം കാണുമ്പോൾ അയ്യോ പ്രിയപ്പെട്ടവരെ, ഇത്ര ഈസി അല്ല. ഞാൻ ദൈവമേ വിചാരിച്ചു ഇന്ന് രാത്രി ദൈവമേ ആന ചവിട്ടി ചാവുമല്ലോ. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ആന ചവിട്ടി എന്നെ കൊല്ലല്ലേ, ആന കുത്തി ഞാൻ ചാകല്ലേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് നാണക്കേടാ. വെടിവെച്ച് ചത്ത ഞാൻ ചാകാൻ തയ്യാറാ. വെടിവെച്ച് കൊന്നോട്ടെ, അഭിമാനമുണ്ട്. ആന ചവിട്ടി ചത്ത നേട്ടാ നാണക്കേടാ. എന്റെ പിള്ളേരൊക്കെ പറയുമല്ലോ അവരുടെ അപ്പനെ ആന ചവിട്ടി കൊന്നു. അതുകൊണ്ട് ദൈവമേ ആന ചവിട്ടി ഞാൻ ചാകാൻ തയ്യാറല്ല. വെടിവെച്ച് കൊന്നോട്ടെ, എനിക്ക് കംപ്ലൈന്റിൽ അഭിമാനം ഉണ്ടല്ലോ. ഞാൻ വിളിച്ചു പറഞ്ഞു ബാലസിംഹങ്ങളും എരുകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. ഒന്നും കാണാൻ മേല, മുഴുവൻ ഫ്ലഡായി കിടക്കുകയാണ്. ഒന്നും ഒരു രക്ഷയില്ല. എവിടെയും വെള്ളം, കൂരിരുട്ട്, ചുറ്റിനും ആനകൾ. നമുക്ക് ഈ സ്കൂട്ടർ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ നിവൃത്തിയില്ല. കുഴി വീഴുവോ, ഈ റിവറിനകത്ത് ഈ നദി ചെന്ന് വിടുവോ എന്നൊക്കെ നമുക്ക് അറിയത്തില്ല. ദൈവമേ ഒരു വണ്ടി വരുന്നില്ല, ഒരു വീടില്ല, വെട്ടവില്ല, വെളിച്ചയില്ല. കർത്താവേ ഈ ആഫ്രിക്കയിൽ കടന്നു പോകുമല്ലോ. കയ്യിൽ ഇരിപ്പുണ്ട്, ഹൈടെക് ഫോൺ ഇരിപ്പുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ട അമേരിക്കൻ പാസ്പോർട്ട് ഉണ്ട്, വിസയുണ്ട്, ഡോളറുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. പക്ഷെ ഒന്നും ഒരു പ്രയോജനവും ഇല്ല. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. അതേ ബാലസിംഹങ്ങളും എരുകിട്ടാതെ വിശന്നിരിക്കും. ഞാൻ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് ഞാൻ കാണുന്നു ഒരു വലിയ വെളിച്ചം എന്റെ അടുത്തേക്ക് വരുന്നു. ഒരു ട്രക്ക് പോലൊരു സാധനം എന്റെ അടുത്തേക്ക് വരുന്നു. ഹല്ലേലൂയ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് ചുറ്റിനും വലിയ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. വലിയ പ്രകാശത്തോടു കൂടി ഒരു ട്രക്ക് എന്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ നോക്കുമ്പോൾ റോഡിലൂടെ ഒരു ട്രക്ക് പോലൊരു സാധനം വരുന്നു. അതിന് ചുറ്റിനും ലൈറ്റ് ഉണ്ട്. അതിനാണ്ട് 28-30 വീലുണ്ട്. അതിഭയങ്കരം ട്രക്ക് പോലത്തെ ഒരു വാഹനം വരുന്നു. ഞാൻ നോക്കുമ്പോൾ അതിന്റെ പുറകിൽ, ആ ട്രക്കിന്റെ പുറകിൽ നോക്കിയപ്പം വെള്ളം രണ്ട് വശത്തേക്ക് മാറിപ്പോകുന്നു. ഞാൻ നോക്കുമ്പോൾ ഇസ്രായേൽ മക്കള് അല്ലെങ്കിൽ കടല് കടന്നപ്പോൾ, അവർ കടല് കടന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി വെള്ളത്തെ രണ്ടാക്കി. അവര് കരയെന്ന പോലെ സമുദ്രത്തിൽ കൂടെ നടന്ന വചനം എനിക്ക് ഓർമ്മ വന്നു. ആ വെള്ളം അല്ലെങ്കിൽ കടലിലെ വെള്ളം ചിറ പോലെ മാറി, അത് നിന്ന പോലെ ഇതാ ഞാൻ കാണുന്നു. ആ ട്രക്കിന്റെ പുറകിലെ വെള്ളം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പ്രിയപ്പെട്ടവര്, ഞാൻ ആ ക്ലാസ്സോട് പറഞ്ഞു, പെട്ടെന്ന് ആ സ്കൂട്ടർ സ്റ്റാർട്ടാക്കും, ഈ ട്രക്കിന്റെ പുറകെ പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങൾ ആ സ്റ്റോപ്പിട്ടാക്കിയിട്ട് ഈ സ്കൂട്ടറിനാണ് സ്പീഡൊന്നും ഇല്ല. ഇത് തുരുമ്പ് പിടിച്ചൊരു കുട്ടു ഞാൻ പറഞ്ഞു, ഭാഷ ഗോ എവിടെ പോകാൻ സ്പീഡൊന്നും ഇല്ല. പക്ഷെ ട്രക്ക് പോന്ന് പറഞ്ഞിങ്ങനെ അതിങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞു. ഒരു വിധത്തിൽ ട്രക്കിന്റെ പുറകെ പോയി വെള്ളം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ട്രക്ക് ഞങ്ങളുടെ മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ ട്രക്കിന്റെ പുറകെ പോയി പ്രിയപ്പെട്ടവരെ, ഈ പാസ്റ്ററുടെ വീട് വരെ ഈ ട്രക്ക് ഞങ്ങളെ എത്തിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഈ കാര്യം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ആളാണ്. അപ്പൊ ഞാനിങ്ങനെ സ്കൂട്ടർ എന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ കൈ ഉയർത്തി ഒരു താങ്ക്സ് പറയാൻ കൈ പൊക്കിയത്. അപ്പൊ ആ ഡ്രൈവർക്ക് ഒരു താങ്ക്സ് പറയാനായിട്ട് കൈ പൊക്കിയപ്പോഴത്തേക്ക് ട്രക്ക് കാണാനില്ല. ഹല്ലേലൂയ. അയ്യോ, ഇത്ര നേരം നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ട്രക്ക് അവിടെ പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, സ്വർഗത്തിൽ ട്രക്ക് ഉണ്ടോ എനിക്കറിയത്തില്ല, അതോ ഭൂമിയിലെയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഒരു ട്രക്ക് എനിക്ക് വേണ്ടി വന്നു. ഹല്ലേലൂയ. അതിന് 4 ചുറ്റിനും നല്ല പ്രകാശമുള്ള ലൈറ്റൊക്കെ ഇട്ട് ഒത്തിരി വീലുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ട്രക്കായിരുന്നു. എനിക്കറിയത്തില്ല ഇത് സ്വർഗത്തിൽ പണിതാണോ ഭൂമിയിൽ പണിതാണോ എന്ന്. ഒന്നെനിക്കറിയാം, ഹല്ലേലൂയ, ദൈവം എനിക്ക് വേണ്ടി ഒരു ട്രക്ക് അയച്ചു. ഹല്ലേലൂയ. ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അവസ്ഥകളെ മാറ്റുന്നൊരു ദൈവമുണ്ട്, കാലാവസ്ഥകളെ മാറ്റുന്നൊരു ദൈവമുണ്ട്, ഡയറക്ഷൻ മാറ്റുന്നൊരു ദൈവമുണ്ട്, നമ്മളെ രക്ഷിപ്പാൻ
രക്ഷിപ്പാൻ വേണ്ടി അല്ല ദൂതനെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഇതുപോലൊരു സംഭവം ഞങ്ങൾക്ക് റഷ്യയിൽ വെച്ച് എനിക്കുണ്ടായി പ്രിയപ്പെട്ടവർ. റഷ്യയില് അല്ല ഇതുപോലെ ചെന്നപ്പോ ഒരു മീറ്റിംഗില്, ഞങ്ങൾ ആ മീറ്റിംഗില് ആ റഷ്യ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിൽ ഞങ്ങളെ കയറ്റി, ഞങ്ങൾ ദൂരെ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പൊ മീറ്റിംഗ് ഒക്കെ പെട്ടെന്ന് നിർത്തി. ആ റഷ്യൻ ഭാഷ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ട്രെയിനെ കയറ്റി വിട്ടു. കാരണം പിന്നെ ഒരു 10 മണി കഴിഞ്ഞ പിന്നെ ട്രെയിൻ ഇല്ല. അവിടുന്ന് കുറെ ദൂരെ പോകണം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടല്. പ്രിയപ്പെട്ടവരെ, ഈ ട്രെയിൻ കുറെ ചെന്ന് അത് നിന്നു, ഒരു വനത്തിന്റെ ഇടയിൽ നിന്നു. എന്തോ ഒരു അനൗൺസ്മെന്റ് ഇതിനകത്തുണ്ടായി. പാസഞ്ചേഴ്സ് എല്ലാം ഇറങ്ങിപ്പോയി. പക്ഷെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലായില്ല. റഷ്യൻ ഭാഷയിലല്ല ഇതിനകത്ത് അനൗൺസ്മെന്റ് ഉണ്ടായത്. റഷ്യക്കാർക്ക് ഭാഷ മനസ്സിലായി, അവരെല്ലാം ഇറങ്ങിപ്പോയി. ഞങ്ങൾക്ക് ഭാഷ മനസ്സിലായില്ല, എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല. ഞാൻ പുറത്തോട്ട് നോക്കുമ്പോൾ മൊത്തം വനമാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി എങ്ങോട്ട് പോകും, എന്താ പറയുക, ഒരു പിടിയില്ല. ഞങ്ങൾ ട്രെയിനിൽ തന്നെ ഇരുന്നു. അയ്യോ പ്രിയപ്പെട്ടവര്, ഏതായാലും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാലാതെ, അയ്യോ എന്താ സംഭവം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആ മുഴുവൻ ട്രെയിനിലെ ഒരു പാസഞ്ചേഴ്സും ഇല്ല. ഞാനും എന്റെ ഭാര്യയും മാത്രം ഇരിക്കുക. എന്റെ ദൈവമേ, എന്ത് സംഭവിച്ചു, എന്താ സംഭവിച്ചു? അതിന് ഇഞ്ചൻ കേടായി പോയി. അല്ലേലിയ. ഈ ഞങ്ങൾക്ക് അറിയുന്നില്ല. ഇനി ഞങ്ങൾ അറിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി എങ്ങോട്ട് പോകും? അവർ രക്ഷക്കാർക്ക് അവർക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ഇറങ്ങി എങ്ങോട്ട് പോകും? അതിൽ ഞങ്ങൾ എന്റെ പ്രിയപ്പെട്ടവര്, എന്ത് അറിയത്തില്ല. മോസ്കോ പട്ടണമാണ്. ₹1 പെടലി വെട്ടുന്നത്, $1 പെടലി വെട്ടുന്ന സ്ഥലമാണ്. ദൈവമേ, എന്നെ വേണമെങ്കിൽ ഇടിച്ചു എവിടെയെങ്കിലും കൊന്നിടും. എന്റെ ഭാര്യ കിഡ്നാപ്പ് ചെയ്യും. എന്ത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ആകെ പ്രയാസത്തിനായി ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് രാത്രി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും കർത്താവ്? ആരോട് പറയും? അപ്പോഴും പാസ്പോർട്ട് ഉണ്ട്, ഹൈടെക് ഫോൺ ഇരിപ്പുണ്ട്, ഇമെയിൽ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാ ടെക്നോളജിയും ഉണ്ട്, ഡോളർ ഉണ്ട്, എല്ലാ ഇരിപ്പുണ്ട്. എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊന്നും പ്രയോജനപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എല്ലാം ഉണ്ടെന്ന് നമ്മൾ പറയും. പക്ഷെ ഇതൊന്നും പ്രയോജനപ്പെടാൻ പറ്റാത്ത സാഹചര്യം മുന്നില്. അതെ, എന്നാൽ ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, പെട്ടെന്ന് ഇതുപോലൊരു ലൈറ്റ് ഞാൻ കാണുന്നു. ഒരു ലൈറ്റ് എന്റെ അടുത്തേക്ക് വരുന്നു. ഒരു ട്രെയിൻ പോലൊരു സാധനമാണല്ലോ, ഏതോ ഒരു ട്രെയിൻ പോലൊരു സാധനം. ഒരു ട്രെയിൻ വന്നു എന്റെ ട്രെയിനിന്റെ അടുത്തോട്ട് സ്ലോ ചെയ്ത് പതിയെ നിന്നു. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് ഈ ട്രെയിനിലേക്ക് ചാടിപ്പോകാം, ഇതിലേക്ക് കയറാം. ഇത് എവിടെയെങ്കിലും വെട്ടവും വെളിച്ചമുള്ളടത്ത് ചെയ്ത് നിൽക്കുമല്ലോ, നമുക്ക് അവിടെ ഇറങ്ങാം. ഈ ട്രെയിൻ അവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഈ വനത്തിന്റെ അടുത്ത് ഇവിടെ എന്തിനാ നിർത്തുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങൾ പതിയെ ആ ട്രെയിനിലേക്ക് ചാടി കയറി. ഇത് ആഫ്രിക്കക്ക് പോകുവാണോ, ഇത് ചൈനയ്ക്ക് പോകുവാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ടിക്കറ്റ് വരും. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, എവിടെയെങ്കിലും വെട്ടവും വെളിച്ചവും കാണുമല്ലോ, അവിടെ ഇത് നിർത്തുമ്പോൾ നമുക്ക് ഇറങ്ങാം. അറ്റ്ലീസ്റ്റ് വെട്ടവും വെളിച്ചെങ്കിലും കാണുമല്ലോ, മനുഷ്യർ കാണുമല്ലോ, എവിടെയും നിർത്തുമ്പോൾ നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇത് കുറെ കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ഞാൻ നിർത്തി. ഞാൻ പുറത്തു നോക്കുമ്പോൾ വെട്ടവും വെളിച്ചം കാണാം. ഞാൻ എന്റെ വൈഫും കൂടെ അതിലേക്ക് ചാടി ഇറങ്ങി. എന്റെ ദൈവമേ, എവിടെയാ വന്നിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ റഷ്യൻ ഭാഷയെല്ലാം ബോർഡൊക്കെ എഴുതിയിരിക്കുന്നത്, എന്റെ കയ്യിലിരിക്കുന്ന എഴുതിയിരിക്കുന്ന റഷ്യൻ ഭാഷ എഴുതിയിരിക്കുന്നത്, അതും ഞാൻ ആ ബോർഡിൽ അയ്യോ, ഇത് നമ്മുടെ തന്നെ സ്റ്റേഷനാണല്ലോ. ഹല്ലേലൂയ. ഞാൻ ഇറങ്ങേണ്ട അതേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ വന്ന് നിൽക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, ഞാൻ നോക്കിയ ട്രെയിനിൽ മുഴുവൻ നോക്കി, ഒറ്റ പാസഞ്ചേഴ്സ് ആ ട്രെയിനിൽ ഇല്ല. ഞാനും എന്റെ ഭാര്യയും മാത്രം ഒരു ട്രെയിൻ മുഴുവനും. ഒറ്റ പാസഞ്ചേഴ്സ് ആ ട്രെയിനിൽ ഇല്ല. ഇതെന്താ പാസഞ്ചേഴ്സ് ഇല്ലാത്ത ട്രെയിനോ? പെട്ടെന്ന് അവിടെ സ്കെഡ്യൂൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഓടിച്ച് നോക്കിയ സ്കെഡ്യൂളിലേക്ക് ഈ അറൈവൽ ഡിപ്പാച്ചർ ടൈം എഴുതിയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഈ ടൈമിൽ ഇങ്ങനെ ഒരു ട്രെയിൻ ഇല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, സ്വർഗത്തിൽ ട്രെയിൻ ഉണ്ടോ എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എനിക്ക് വേണ്ടി ഒരു ട്രെയിൻ വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഏത് പ്രതികൂലത്തിലും നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിലെ ടെക്നോളജി നമ്മളെ കൈവിട്ടെന്നിരിക്കും, ലോകത്തിലെ ഡോക്ടർമാർ നമ്മളെ കൈവിട്ടെന്നിരിക്കും, ലോകത്തിന്റെ മരുന്നുകൾ നമ്മളെ കൈവിടും, പണവും സമ്പത്തും നമ്മളെ കൈവിടും. എന്നാൽ നമ്മളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതേ പ്രിയപ്പെട്ടവര്, ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഞാൻ ഒരു അമൃതാനന്ദമയി ഭക്തനായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അമൃതാനന്ദമയി. ഞാൻ അമൃതാനന്ദമയി ഭക്തനായിരുന്നു. അമൃതാനന്ദമയി ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുകയും അമൃതാനന്ദമയി ആരാധിക്കുകയും ചെയ്ത മനുഷ്യനാണ് ഞാൻ, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരു പ്ലെയിൻ യാത്രയിൽ വെച്ച് ഹല്ലേലൂയ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഒരു പ്ലെയിനിൽ വെച്ച് ഹല്ലേലൂയ ഭൂമിക്കും ആകാശത്തിനും മധ്യേ കർത്താവായ യേശുവിനെ
രക്ഷിതാവാശീരിപ്പാൻ എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അതെ, നിങ്ങളൊക്കെ ഭൂമിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു, എനിക്ക് ആകാശത്ത് വെച്ച് രക്ഷിക്കപ്പെടാൻ ദൈവം ഭാഗ്യം തന്നു. അല്ലെ, അമൃതാനന്ദമയി ദൈവമല്ലെന്നും യേശു ക്രിസ്തു ദൈവമെന്നും കർത്താവായ യേശു ക്രിസ്തു അന്ന് എനിക്ക് ആകാശത്തെ പ്ലെയിനിൽ വെച്ച് വെളിപ്പെടുത്തി. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടവർ ഒരു നാമവുമില്ല യേശു ക്രിസ്തുവിന്റെ അല്ലാതെ. അങ്ങനെ അന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു കർത്താവേ. എല്ലാവരും ഭൂമി വെച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് ഭാഗ്യം ദൈവം ആകാശത്ത് വെച്ചാണ് ഈ ഭാഗ്യം ലഭിച്ചത്. അങ്ങനെ ഈ പ്ലെയിൻ ഭൂമിയിൽ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവര്, ഞാനൊരു പുതിയ മനുഷ്യനായിട്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. എന്നിലുണ്ടായിരുന്ന എല്ലാ ഭൂതങ്ങളും വിട്ടുപോയ, മദ്യത്തിന്റെ ഭൂതം, കഞ്ചാവിന്റെ ഭൂതം, പുകവലിയുടെ ഭൂതം, അമൃതാനന്ദം, എല്ലാ ബന്ധങ്ങൾ, എല്ലാ കൊണ്ടി, കൂടാത്തരം, ക്ഷുദ്രം, മന്ത്രം, തന്ത്രം, കുണ്ടിവാളം എന്നിവയുടെ എല്ലാ ബന്ധങ്ങളും തന്ത്രങ്ങളും എന്റെ ശരീരത്തിൽ ഭൂതങ്ങൾ ഒന്നൊന്നായി വിട്ടുപോയി. അല്ലെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ആ വെളിച്ചം എന്റെ ജീവിതത്തിലും വരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, യാത്രകളാണ്. ഹല്ലേലൂയ, യാത്രകളാണ്. ഹല്ലേലൂയ. അങ്ങനെ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. രക്ഷിക്കപ്പെട്ട ശേഷം പ്രിയപ്പെട്ടവര്, എനിക്ക് ബൈബിൾ വായിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ ബൈബിൾ ഇല്ല. അങ്ങനെ ഞാൻ ഒരു ദൈവാത്മാവ് ബൈബിൾ വായിക്കണം എന്നുള്ള എനിക്ക് പ്രേരണ ഉണ്ടായി. ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ചൊരു ബൈബിൾ ചോദിച്ചു. ബൈബിൾ കിട്ടി, പക്ഷെ വായിക്കാൻ അറിയില്ല, ജോലിക്ക് പോകണം. അങ്ങനെ ഞാൻ ഓർത്ത് എനിക്ക് ജോലി ചെല്ലുമ്പോൾ ഈ ലഞ്ച് ടൈം കിട്ടുമ്പോൾ ഈ ബൈബിൾ വായിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഈ സാധാരണ ഉപദേശിമാര് പോകുന്ന പോലെ ഈ കക്ഷത്തെ ബൈബിൾ വെച്ചുകൊണ്ട് ജോലിക്ക് പോയി. ഞാൻ ഇങ്ങനെ എനിക്ക് ഇച്ചിരി ലഞ്ച് ബ്രേക്ക് കിട്ടുമ്പോൾ ഇത് വായിക്കാന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇതിങ്ങനെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുമോ, ഞാനിത് കക്ഷത്തിൽ ജോലിക്ക് കയറി ചെന്നപ്പോൾ എല്ലാവരും എന്റെ കക്ഷത്തിൽ ബൈബിൾ ഇരിക്കുന്നുണ്ട്. പാസ്റ്റർ കമ്മിങ്, പാസ്റ്റർ കമ്മിങ് എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ഞാൻ പുറകോട്ട് മുന്നോട്ട് നോക്കും, എവിടെയാ പാസ്റ്റർ, എവിടെയാ, ആരാ പാസ്റ്റർ, എന്നെയാണോ വിളിക്കുക? അയ്യോ, എല്ലാരും പാസ്റ്റർ വരുന്നേ, പാസ്റ്റർ വരുന്നേ എന്ന് കളിയാക്കി. ഹിന്ദിക്കാര് പാസ്റ്റർ ജി ആ രഹാ ഹൈ, പാസ്റ്റർ ജി ആ രഹാ ഹൈ. ഇംഗ്ലീഷുകാർ പാസ്റ്റർ കമ്മിങ്, പാസ്റ്റർ കമ്മിങ്. അല്ലെങ്കിൽ ഇങ്ങനെ അവരവരുടെ ഭാഷയെ വിളിച്ചു പറയാൻ തുടങ്ങി. പിന്നെ മലയാളികൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മലയാളിയാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാരും കളിയാക്കി. പിറ്റേ ദിവസം ഞാൻ ബൈബിൾ കക്ഷത്തിൽ വെച്ചിട്ടു. ഞാൻ ലഞ്ച് ബ്രേക്ക് വായിക്കാൻ എടുത്തതാ, ഉപദേശിക്കാൻ എടുത്തതല്ല. ഞാൻ ജോലിക്കുന്നപ്പോ എല്ലാരും എന്റെ കയ്യിൽ ബൈബിള്. ബിഷപ്പ് കമ്മിങ്, ബിഷപ്പ് കമ്മിങ്. ഇന്നലെ എന്നെ പാസ്റ്ററാക്കി, ഇന്നെ ബിഷപ്പാക്കി. ഹല്ലേലൂയ. എപ്പോ കണ്ടാലും കളിയാക്കും, എപ്പോ കണ്ടാലും എന്നെ പാസ്റ്ററയോ എന്നെ വിളിച്ച് കളിയാക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ കരയിപ്പിക്കും. ഹല്ലേലൂയ. ഇവന്റെ ഒത്തിരി യാത്രകൾ ചെയ്യൂടാ, ഇവൻ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്യും, ഇവൻ വലിയ പ്രസംഗനായി മാറും, ഇവൻ അങ്ങനെ ഇങ്ങനെ ഭയങ്കര കാര്യങ്ങളൊക്കെ ഇവർ ചുമ്മാ കളിയാക്കി പറയും. എപ്പോഴും കളിയാക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവര് പറഞ്ഞ് കളിയാക്കിയത് മുഴുവൻ അതുപോലെ എന്റെ ജീവിതത്തിൽ നിറവേറി. അവരുടെ പാസ്റ്റർ വെറുതെ എന്ന് പറഞ്ഞ് കളിയാക്കി, ഇതാ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പാസ്റ്ററാക്കി. ദൈവം അവരുടെ മുമ്പിൽ എന്നെ മാനിച്ചു. ഹല്ലേലൂയ. ഇവൻ ഒത്തിരി രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യൂടാന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, 119 രാജ്യം, 119 കൺട്രീസ് ഇതുവരെ ഞാൻ യാത്ര ചെയ്ത് ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ഇവര് കളിയാക്കി ഇത് മുഴുവൻ. ഹല്ലേലൂയ. ഇവര് പറയോ, ഇവൻ വലിയ പ്രസംഗനായി മാറൂടാന്ന് പറഞ്ഞു. മലയാളത്തിലും ഹിന്ദിയിലെ, ഹല്ലേലൂയ, തമിഴിലെ, ഇംഗ്ലീഷിലെ പല ഭാഷകളിൽ ദൈവവചനം സൃഷ്ടിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നു. എനിക്ക് ബുദ്ധിയും ബോധം ഉണ്ടായിട്ടൊന്നുമല്ല. ഹല്ലേലൂയ. എനിക്ക് എന്റെ കഴിവൊന്നും എനിക്ക് അങ്ങനെ സാധനം ഇല്ല. പിന്നെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതേ പ്രിയപ്പെട്ടവര്, അവര് കളിയാക്കിയത് മുഴുവൻ എന്റെ ജീവിതത്തിൽ നിറവേറുവാൻ എന്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതെ, 119 രാജ്യങ്ങളിൽ പോകുവാൻ, അവിടെയൊക്കെ ദൈവത്തിന്റെ വചനം സൃഷ്ടിപ്പാൻ, ഈ കർത്താവ് തന്നെ സത്യദൈവം എന്ന് പറയാൻ, അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ, അനേകരെ സ്നാനപ്പെടുത്തുവാൻ, അനേക സഭകളെ സ്ഥാപിക്കപ്പെടുവാൻ ഒക്കെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അത് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. അതെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഈ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാരും ഇന്നിപ്പോ അങ്ങനെ ഒരു പഠിപ്പീരുണ്ട്. പിന്നെ അങ്ങോട്ട് സുഖമാ. പിന്നെ എല്ലാ കർത്താവ് ക്രൂശിൽ മേൽ എടുത്തു കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി സുഖമായ, എന്നും സുഖം, എന്നും സന്തോഷം, ഇനി രോഗമില്ല, ദുഃഖമില്ല, സങ്കടമില്ല, എന്നും സമ്പാദ്യം, പണം, പ്രതാപം, വലിയ വീട്, വലിയ കാർ എന്നൊക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ അങ്ങനെ അല്ലായിരുന്നു, നേരെ മറിച്ചായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വരെ എവിടെ തൊട്ടാലും പൊന്നാകും, എവിടെ തൊട്ടാലും അനുഗ്രഹമായിരുന്നു. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം പ്രിയപ്പെട്ടവരെ, നേരെ തിരിച്ചാ വന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടേ ഉള്ളൂ. എനിക്ക് ഒന്നും അറിയത്തില്ല. എന്റെ ഭാര്യയ്ക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ. എനിക്ക് നേരെ ജീവ പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ ഇട്ടേച്ച് അഡ്മിറ്റ് ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഫോൺ വന്നു, എന്റെ മോനെ സ്കൂളിൽ നിന്ന് ഇറക്കി നിർത്തിയിരിക്കുക, വന്ന് കൊണ്ടുപോക്കോളാൻ. അയ്യോ, എന്നാ പറ്റി? ഇവൻ പഠിക്കത്തില്ല, അവൻ ടീച്ചർമാരെ പഠിപ്പിക്കുവതേ. അയ്യോ, 7 വയസ്സുള്ള കൊച്ചു ടീച്ചർമാരെ പഠിപ്പിക്കുന്നത്, ഇത്ര ബുദ്ധിയോ ഇവന്?
ഞാൻ ചെന്നപ്പോഴത്തേക്ക് എന്റെ മോന്റെ ചെന്നപ്പം അവന് എല്ലാത്തിനും വട്ട പൂജ്യം, അവന് കണക്കിന് മാത്രം ഡബിൾ പൂജ്യം. അത് ഞാൻ ആദ്യം കേൾക്കുക. ഹല്ലേലൂയ. പുറത്തിറക്കി തിരുത്തിരിക്കുക കൊണ്ടുപോകാൻ ചെറുക്കൻ പഠിക്കുകയല്ല. അന്ന് എനിക്ക് മനസ്സിലായി ഈ കാരണവന്മാര് പറയുന്ന ഈ പഴഞ്ചൊല്ലാത്തൊക്കെ സത്യം കൊണ്ട് കേട്ടോ. എന്നാന്നറിയാവോ? 10 ഗുണം 10 ഗുണം. എനിക്ക് മനസ്സിലായി, ദൈവമേ ഇതൊക്കെ കർത്താവേ നമ്മൾക്ക് അവൻ എന്റെ തന്നെ മോനെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് അവര് സൈൻ ചെയ്ത് പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യാൻ പേപ്പർ കൊടുത്ത്, എന്നിട്ടും എന്റെ മോൻ ഒട്ടും മോശമല്ല, അവൻ തന്നെ പേരൻസിന്റെ സൈൻ ചെയ്ത് കൊണ്ട് കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ എന്റെ തന്നെ മോൻ. കാരണം ഞാനും അതുപോലെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ മോനെ സ്കൂളിൽ നിന്ന് ഇറക്കി നിർത്തിരിക്കുക കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. എന്റെ ഭാര്യ ചാകാൻ കിടക്കുക. അന്നേരം അടുത്തത് എനിക്ക് റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ പച്ച മരം മുഴുവൻ ഉണങ്ങിപ്പോയി. ഹല്ലേലൂയ. അന്ന് $100,000 അന്ന് അമേരിക്ക ചിക്കാഗോയിൽ നിപ്പിപ്പോയി. അന്നത്തെ $100,000 ഇന്നത്തെ എത്ര മില്യൺ തുല്യമാണെന്ന് അറിയത്തില്ല. അന്ന് 25 ലക്ഷം കേരളത്തിൽ അന്ന് കേസായി. അന്നത്തെ 25 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്ര കോടിക്ക് തുല്യമാണെന്ന് അറിയത്തില്ല. മുഴുവൻ കേസായി, മുഴുവൻ പോലീസ്, കോർട്ട്, വക്കീല്, ഫോണ്, എല്ലാം. എന്റെ ഭാര്യ മരിക്കാൻ കിടക്കുക. എന്റെ മോനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. എല്ലാം പോയി. എന്റെ ഈ $15,000 മിച്ചമുണ്ട്. എന്റെ വീടിന്റെ ലോൺ അടയ്ക്കണം, ബില്ലടയ്ക്കണം. എനിക്ക് ഒന്നുമില്ല, ആകെ $15,000 എൻ്റെ ഉള്ളൂ. ഞാൻ ഒരു ദിവസം ജോലിക്ക് നിൽക്കുമ്പോൾ എനിക്ക് ഫോൺ വരുക, ഈ $15,000 എന്റെ കള്ളയൊപ്പിട്ട് എന്റെ കള്ള ID കാണിച്ച് ആരാണ്ട് തട്ടിക്കൊണ്ട് പോയത്. എടാ കള്ളന്മാരാണേലും എടാ മനസാക്ഷി വേണം. എടാ കള്ളന്മാര് ഉള്ളവന്റെ പോയി കക്കടാ, നിനക്ക് എന്റെ തന്നെ വേണം നിർബന്ധം തന്നെയാടാ. എനിക്ക് ഒരു വിരോധമില്ല ഒരു കള്ളനോടും. നീ ഉള്ളവന്റെ പോയി കക്കടാ, മാന്യമായിട്ട് കട്ട് നിന്നോടാ, എന്റെ തന്നെ വേണമായിരുന്നല്ലേ നിനക്ക്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഞാൻ വട്ടപൂജ്യത്തേനായി. പിന്നെ ഞാൻ പറയട്ടെ എങ്ങനെ ജീവിച്ചെന്ന്. ചിക്കാഗോ പട്ടണത്തിൽ ജീവിക്കാൻ നാട്ടുകാർ പിരിവെടുത്ത്. കേൾക്കാൻ നല്ല സുഖമുണ്ടല്ലേ? ഒന്ന് അനുഭവിച്ച് നോക്കണേ. 119 രാജ്യത്ത് പോയെന്ന് കേൾക്കാൻ സുഖമാ. വലിയ വില കൊടുത്തിട്ടാ പോയത്. ഹല്ലേലൂയ. എങ്ങനെയാണ് ശുശ്രൂഷ? ടെസ്റ്റും അങ്ങനെയാ. MA കാരന് 1-ാം ക്ലാസ്സുകാരന്റെ ടെസ്റ്റ് കൊടുക്കത്തില്ല. 1-ാം ക്ലാസ്സുകാരൻ MA കാരന്റെ ടെസ്റ്റ് കൊടുക്കത്തില്ല. ശുശ്രൂഷ എങ്ങനെയാ? ടെസ്റ്റും അങ്ങനെയാ. ഹല്ലേലൂയ. ടെസ്റ്റ് പാസ്സായ പറ്റത്തുള്ളൂ മോനെ. അല്ലെ MA കാരനെ ആകണമെങ്കിൽ MA കാരന്റെ ടെസ്റ്റ് എഴുതണം, 1-ാം ക്ലാസ്സുകാരന്റെ പോരാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാം പോയി. എല്ലാരും എന്നോട് പറഞ്ഞു ഇത് ഇയ്യോബാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇയ്യോബല്ല, ഇയ്യോബിന് പകരക്കാരൻ ഇയ്യോബ് മാത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പകരക്കാരൻ നിങ്ങൾ മാത്രം. എനിക്ക് പകരക്കാരൻ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ എല്ലാം നഷ്ടപ്പെട്ടു. ഞാനൊരു ഉണങ്ങിക്കരിഞ്ഞ മരമായി, ഒരു കുറ്റിയായി മാറി. എല്ലാരും പറഞ്ഞു ഞാൻ പോക്കാണ്. എനിക്ക് ഡിപ്രഷൻ വന്നു, എനിക്ക് ദേഷ്യം വന്നു, എല്ലാത്തിനോട് വെറുപ്പ് വന്നു. ഞാനൊരു ഉണങ്ങിക്കരിഞ്ഞ കുറ്റിമരമായി മാറി. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, സമയം വന്നു. ദൈവത്തിന്റെ കൃപയും ഹല്ലേലൂയ, ദൈവത്തിന്റെ മനസ്സലിവുള്ള ദൈവത്തിന്റെ കൃപ, അവന്റെ കാരുണ്യത്തിന്റെ സമയം വന്നപ്പോൾ വീണ്ടും ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവെന്ന മഞ്ഞും മഴയും എന്റെ മേൽ വീഴാൻ തുടങ്ങി. ഉണങ്ങിക്കരിഞ്ഞ് കുറ്റിയായി നിന്ന് എന്റെ മേൽ ആ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ബാലസിംഹങ്ങളും കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ആ മഞ്ഞും മഴയും എന്നെ വീണു. ഒരു കുറ്റിയായിരുന്ന ഉണങ്ങി നിന്ന കുറ്റിമരം വീണ്ടും പൊട്ടിത്തളിർക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വീണ്ടും അത് പൊട്ടിത്തളിർത്തു. ഹല്ലേലൂയ. വീണ്ടും അത് വളരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇന്ന് വളർന്നു ഇതാ ഇത് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. അതേ ഉണങ്ങിക്കരിഞ്ഞൊരു കുറ്റിമരത്തെ ദൈവത്തിന്റെ മഞ്ഞും മഴയും അയച്ച് വീണ്ടും അത് പൊട്ടിത്തളർത്ത് വളരുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. 3 മാസം കൊണ്ട് മരിച്ചു പോകുന്നു പറഞ്ഞ എന്റെ ഭാര്യ, ഹല്ലേലൂയ, ഇന്ന് 21 വർഷമായി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാത്തിനും വട്ടപൂജ്യം മേടിച്ച്, കണക്കിന് ഡബിൾ പൂജ്യം മേടിച്ച് എന്റെ മോനെ ഏത് വിഷയത്തിൽ ശത്രു തകർക്കാൻ ആഗ്രഹിച്ചോ അതേ കണക്കിൽ തന്നെ, ആ മാത്തമാറ്റിക്സ് തന്നെ, ഹല്ലേലൂയ, മാസ്റ്റർ ഡിഗ്രി എടുത്ത് അക്കൗണ്ടന്റ് ജോലി കൊടുത്ത് ഏത് വിഷയത്തിൽ പിശാച് തകർക്കാൻ പ്രവർത്തിക്കുന്നോ അതേ വിഷയത്തിൽ മേൽ വാഴിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ബാലസിംഹങ്ങളും കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതേ, ബാലസിംഹങ്ങളും കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. എനിക്ക് തോന്നുന്നു 50 മിനിറ്റ് ആയി കാണുമല്ലോ. ഫേസ്ബുക്ക് ലൈവിനുള്ള സമയമായോ?
ഫേസ്ബുക്ക് ഞാൻ ഓഫാക്കി. അപ്പൊ കറക്റ്റ് അല്ലേ സമയം? കറക്റ്റ് സമയം. പാസ്റ്റർ ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ദൈവം നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രയാസങ്ങൾ ഇല്ലെന്നല്ല, പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങൾ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതൊന്നും നമ്മളെ മുടിപ്പിക്കാനല്ല, അതൊക്കെ നമ്മളെ ട്രെയിൻ ചെയ്യുന്നതാണ്. അതൊക്കെ ദൈവം നമ്മളെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതാണ്, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനാണ്. അതൊന്നും നമ്മളെ തകർക്കാനല്ല. ഒരാളെ പട്ടാളത്തിലെടുക്കുമ്പോൾ, ഞാനൊരു എക്സ് മിലിറ്ററിക്കാരനാണ്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ആർമി ചെല്ലുമ്പോൾ തോക്കെടുത്ത് ചുമ്മാ കയ്യിലോട്ട് തന്നിച്ച് വെടിവെക്കാൻ പോകാൻ പറ്റത്തില്ല. തോക്ക് പിടിക്കാൻ വരെ പഠിക്കണം. അല്ലെങ്കിൽ ഉണ്ടായിടാൻ പഠിക്കണം, ഉന്നം പിടിക്കാൻ പഠിക്കണം, കാഞ്ചി വലിക്കാൻ പഠിപ്പിക്കണം. ആരെയാണ് വെടിവെക്കുന്നത്, അവന്റെ എവിടെ നോക്കി വെടിവെക്കണം, അവന്റെ കാലേറ്റ് വെടിവെച്ചാൽ പറ്റത്തില്ല, അവന്റെ കൈക്കിട്ട് വെടിവെച്ചാൽ പറ്റത്തില്ല. ഇതൊക്കെ ട്രെയിൻ ചെയ്യും പ്രിയപ്പെട്ടവരെ. അല്ലെ, യുദ്ധം നമ്മളെ അഭ്യസിപ്പിക്കും, നമ്മുടെ വരികളെ ദൈവം യുദ്ധം അഭ്യസിപ്പിക്കും. അതെ, അതൊന്നും നമ്മളെ തകർക്കാനല്ല, നമ്മളെ മുടിക്കാനല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ദൈവം എന്തുകൊണ്ട് വഴി മാറ്റി വിടുന്നു, എന്തുകൊണ്ട് ദൈവം ഡയറക്ഷൻ മാറ്റി വിടുന്നു, അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള ആ പുറപ്പാട് ദൈവം എങ്ങനെ മാനിക്കുന്നു. ഞാൻ അത് തന്നെയാണ് അല്പം വചനത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് നാം വിശ്വാസത്താൽ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും, എങ്ങനെ മുന്നോട്ട് വെച്ചാൽ ദൈവം ആ സ്റ്റെപ്പിന്റെ പുറകിലുണ്ടോ, നമ്മളൊരു വിശ്വാസ പ്രഖ്യാപനം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരം ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ ഇന്ന് ഒരു ശകല നേരം ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ബുക്ക് ഓഫ് രൂത്തിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലെ അതിന്റെ അവസാന ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നീ പോകുന്നിടത്ത് ഞാനും വരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ട 16-ന്റെ അവസാന ഭാഗമാണ് ഞാൻ വായിച്ചത്. നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന രൂത്ത്. ഹല്ലേലൂയ. ഈ രൂത്ത് വിശ്വാസ പ്രഖ്യാപനവും ഒരു വിശ്വാസത്തോടു കൂടിയുള്ള ചുവടുവെപ്പാണ്, വിശ്വാസത്തോടു കൂടെയുള്ള ഒരു യാത്രയാണ്, അത് ഒരു പുറപ്പാടാണ്. അവക്കൊന്നും അറിയത്തില്ല, എങ്ങോട്ട് പോകും, എങ്ങനെ ആയിത്തീരും, എന്ത് ഒന്നു മാത്രം അറിയാം, നിന്റെ ദൈവം എന്റെ ദൈവം. ഒരു വിശ്വാസത്താലുള്ള ഒരു പുറപ്പാട്. ഹല്ലേലൂയ. ഈ വിശ്വാസത്തോടുള്ള പുറപ്പാടുമേൽ, ആ വിശ്വാസ പ്രഖ്യാപനത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുമോ? ഇതാണ് ഹല്ലേലൂയ ഇന്ന് നമുക്ക് അറിയേണ്ടത്. ഈ വിശ്വാസിച്ച് പുറപ്പെടുന്ന അവർക്ക് ആദ്യം വരുന്നത് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലാണ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്നു പെറുക്കി. ഭാഗ്യവശാൽ അവൾ എബീമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിൽ ആയിരുന്നു ചെന്നത്. ഹല്ലേലൂയ. അതെ, നോക്കുക പ്രിയപ്പെട്ടവരെ, ഇടത്തും വലത്തും വയലുകൾ, ആയിരക്കണക്കിന് ഏക്കർ കിടപ്പുണ്ട്. എന്നാൽ അതിലൊന്നും അവള് പോയില്ല. അവള് ചെന്നത് ബോവസിന്റെ വയലിൽ തന്നെ. വിശ്വാസ പ്രഖ്യാപനം നടത്തി വിശ്വാസ പുറപ്പാട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പിന്നിൽ, ആ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വാക്കുകൾ ഉച്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ പിന്നിൽ, അല്ലെങ്കിൽ വിശ്വാസ പുറപ്പാടിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. അവളുടെ പിന്നാലെ ദൈവമുണ്ടായിരുന്നു, ആ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി കരുതി ഒരു ബോവസിന്റെ വയലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇടത്തോ വലത്തോട്ടോ പോകാമായിരുന്നു. അവളുടെ പോക്ക് അമേരിക്കക്കല്ലായിരുന്നു, അവളുടെ പോക്ക് കാനഡക്കല്ലായിരുന്നു. അവൾക്കൊരു പ്രത്യാശയില്ലായിരുന്നു. പക്ഷെ ഒന്നുണ്ടായിരുന്നു, അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നിന്റെ ദൈവം എന്റെ ദൈവം. ആ വിശ്വാസത്തെ മാനിച്ച ഒരു ദൈവം. ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ആ ബോവസിന്റെ വയല് അവൾക്ക് വേണ്ടി ദൈവം കരുതി. അല്ലെങ്കിൽ ദൈവം കരുതുന്ന ഒരു വയലുണ്ട്, ദൈവം കരുതുന്ന ഒരു ജോലിയുണ്ട്, ദൈവം കരുതുന്ന ഒരു വിദ്യാഭ്യാസമുണ്ട്, ദൈവം കരുതുന്ന ഒരു വിവാഹം. ദൈവം കരുതുന്ന ഒരു വിവാഹം. നമ്മളെല്ലാം ഇത്രയും കല്യാണം നമ്മൾ കൂടിയിട്ടുണ്ട്. ദൈവവും കരുതി ദൈവത്താൽ നിശ്ചയം എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. 2 കൊല്ലം കഴിയുമ്പോൾ അവള് തെക്കോട്ട്, അവൻ വടക്കോട്ട്. ഇങ്ങനെയാണ് ദൈവം കരുതുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം കരുതുന്നത് ഉണ്ട്. എല്ലാം ഒന്നും ദൈവം കരുതുന്നതാണ് വിചാരിക്കരുത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം കരുതുന്നത് ഇല്ലെന്നെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ദൈവം കരുതിയത്, ഹല്ലേലൂയ, ദൈവം കരുതിയ ഒരു ബോവസിന്റെ വയൽ രൂത്തിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു വയലുണ്ടെന്നുള്ള കാര്യം മനസ്സിൽ നമ്മൾ മറന്നു പോകരുത്. വീണ്ടും മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ബോവസ് ആ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട,
ഇവിടം വിടുകയും വേണ്ട. നോക്കുക, അവളുടെ ജോലിയെ പെർമനന്റ് ആക്കി കൊടുത്തു. ഹല്ലേലൂയ. മോളെ, നീ ഇനി വേറൊരിടത്ത് പോകണ്ട, നീ ഇവിടെ ടെമ്പററി അല്ല, നീ പെർമനന്റ് ആണ്. ഹല്ലേലൂയ. അവളുടെ ജോലിയെ ബോവസ് പെർമനന്റ് ആക്കി കൊടുത്തു. ഹല്ലേലൂയ. ആ ദൈവം മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പുറപ്പാട് എങ്ങനെയാണ്? നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ പുറപ്പെടുന്നത്. അവക്ക് വേണ്ടി ബോവസിന്റെ വയലിൽ കരുതി, ആ വയലിൽ സ്വർഗത്തിലെ ദൈവം അവക്ക് വേണ്ടി പെർമനന്റ് ആയിട്ടൊരു ജോലി കരുതി. ആ ബോവസ് അഥവാ അതിന്റെ ഓണർ എന്ന് അവളോട് പറയണ, കേട്ടോ മകളെ, വെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ നിന്ന് ബാല്യക്കാരുടെ കൂടെ ചേർന്ന് കൊള്ളുക, അവൾ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ചു കൊടുക്കുക, അവൾക്ക് ട്രെയിൻ ചെയ്യുകയാണ്. എങ്ങനെ നീ പറക്കണം, എങ്ങനെ ജോലി ചെയ്യണം, അവളെ പെർമനന്റ് ആക്കിക്കൊണ്ട് അവളെ ട്രെയിൻ ചെയ്യുകയാണ്. അല്ലല്ലോ. വീണ്ടും മുന്നോട്ട് വായിക്കുമ്പോൾ, ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവിടെ ബാല്യക്കാരുണ്ട്, പെശകുള്ളവര്. ഹല്ലേലൂയ. രൂത്ത്, നിന്നെ കാണുമ്പോഴത്തേക്ക് ശൂശു വെക്കുന്നവരൊക്കെ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. നിന്നെ കാണുമ്പം ദുരുദ്ദേശത്തോടെ നോക്കുന്ന നോട്ടം വിടുന്നവർ ആ വയലിലുണ്ട്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ ദൈവമേ, പ്രൊട്ടക്ഷൻ അവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ദൈവം കൊടുക്കുന്നു. ഹല്ലേലൂയ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ, അല്ലെങ്കിൽ ശത്രു അലർന്ന സിംഹത്തെ പോലെ നടക്കുമ്പോൾ അവന്റെ വായിൽ പെടാതെ വണ്ണം നമ്മളെ ഓരോരുത്തരെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. രൂത്തിന് വേണ്ടി ഹല്ലേലൂയ അവിടെ അലഞ്ഞു നടക്കുന്ന അവിടുത്തെ ഹല്ലേലൂയ പിള്ളാരോടും ചെറുപ്പക്കാരോടും പറഞ്ഞു, ഹല്ലേലൂയ എന്താണ് ഹല്ലേലൂയ, നിന്നെ തുടരുത് എന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ വയലിൽ പെണ്ണുപിടുത്തക്കാരുണ്ട്, തൊടുന്നവരുണ്ട്, പല സൈസും ഉണ്ട്. എന്നാൽ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്, നിന്നെ തൊട്ട വിവരം അറിയുമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം അവക്ക് വേണ്ടി വയല് കരുതി. ആ വയല് ദൈവം അവക്ക് വേണ്ടി പെർമനന്റ് ആക്കി ജോലിയാക്കി. ഇപ്പൊ അവക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കരുതി. എന്നെ ഹല്ലേലൂയ, നിന്റെ ദൈവം എന്റെ ദൈവം. വിശ്വാസത്താലുള്ള പുറപ്പാട്, വിശ്വാസത്താലുള്ള പ്രഖ്യാപനം. ഹല്ലേലൂയ. വീണ്ടും മുന്നോട്ട് വായിക്കുകയാണ് എഴുതിക്കണം, നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രത്തിന് അരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചിരിക്കുന്ന ഹല്ലേലൂയ കുടിച്ചു കൊള്ളുക. ഹല്ലേലൂയ. നിനക്ക് ദാഹിക്കുമ്പോൾ ബാല്യക്കാർ അവിടെ കോരി വെച്ചിട്ടുണ്ട്, നീ മൈലുകൾ പോയി കോരി വെക്കണ്ട. അന്ന് ഇസ്രായേൽ രാജ്യത്ത് വെള്ളം കിട്ടാൻ അത്ര ഈസി അല്ല പ്രിയപ്പെട്ടവരെ. മൈലുകൾ നടന്നു പോകണം. അവിടെ പൈപ്പ് അങ്ങോട്ട് ഓൺ ചെയ്താൽ വെള്ളം വരുന്ന കാലമല്ല. ഹല്ലേലൂയ. മോട്ടർ ഓൺ ചെയ്താൽ സ്വിച്ച് കുത്തിയാൽ വെള്ളം വരുന്ന കാലമല്ല. മൈലുകൾ പോയി കോരണം. ഇതാ ബാല്യക്കാര് കോരി വെച്ചിരിക്കുക. നീ ആരോടും അനുവാദം ചോദിക്കണ്ട, നീ അവിടെ പോയ ആവശ്യത്തിന് കുടിച്ചു കൊള്ളാൻ. ഹല്ലേലൂയ. വെള്ളം പോലും കരുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവം അവൾക്ക് വേണ്ടി വയല് കരുതി. ആ വയലിൽ അവളെ പെർമനന്റ് ആക്കി ജോലിക്കാരിയാക്കി. അവളെ എങ്ങനെ പെറുക്കണം അവൾക്ക് ട്രെയിൻ ചെയ്തു. ഇതാ അവൾക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കരുതി. അവളെ തുടരുന്ന അതിന്റെ ഓണർ കൽപ്പിച്ചു. ഇപ്പൊ പറയുന്നു, ഹല്ലേലൂയ, നിനക്ക് ദാഹിക്കും പ്രിയപ്പെട്ടവരെ. ഇത് മരുഭൂമിയല്ലേ, വെയിലത്ത് നിന്ന് പെറുക്കല്ലേ. ദാഹിക്കും പ്രിയപ്പെട്ടവരെ. നീ ദാഹിക്കുമ്പോ ദാഹിച്ചു വലയണ്ടെന്ന്, നീ മൈലുകൾ പോയി കുടിക്കാൻ പോകണ്ടെന്ന്, നീ അനുവാദം ചോദിക്കാൻ പോകണ്ടെന്ന്, അവര് കോരി വെച്ചിട്ടുണ്ടെന്ന്, നീ പോയി കുടിച്ചോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. വെള്ളം പോലും കരുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. 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 എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ മുന്നോട്ട് വായിക്കുകയാണ്. അതിന്റെ ആ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം എഴുതുകയാണ്, ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം ചാറിൽ മുക്കി കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്നു തൃപ്തിയായി ശേഷിപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. വെള്ളം കരുതി, ഇപ്പൊ ഭക്ഷണം കരുതി. അല്ലെങ്കിൽ നീ അടുപ്പ് കൂട്ടി, നീ അവിടെ കൊണ്ടുവന്ന് തീ കത്തിച്ച്, നീ ഊതി തീ കത്തിച്ച്, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി, അത് പിന്നെ മറിച്ചും തിരിച്ച് വിട്ട് അത് വെന്നോക്കി, പിന്നെ ഊതി കത്തിച്ച് വിറവ്. ഇതൊന്നും നീ ചെയ്യണ്ട. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഭക്ഷണം കരുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. വെള്ളം കരുതിയ ദൈവം നിനക്ക് വേണ്ടി ഭക്ഷണവും കരുതി. ഹല്ലേലൂയ. രൂത്തേ, നിന്റെ പുറപ്പാട് വിശ്വാസത്തോടു കൂടിയായിരുന്നു. നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. നിന്റെ പുറപ്പാട്, നിന്റെ വിശ്വാസ പ്രഖ്യാപനം. അല്ലേ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നിനക്ക് വേണ്ടി ബോവസിന്റെ വയല്, നിനക്ക് വേണ്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി വെള്ളം, നിനക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ, ഇതാ നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഭക്ഷണം കരുതിയിരിക്കുന്നു. ഇനി അവിടെ എഴുതി എന്താ? ഭക്ഷണം
അല്ലല്ല, ഇത് കഴിച്ച് എങ്ങനെയാ? തൃപ്തി അല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് തൃപ്തി വന്നു. അങ്ങനെയല്ലേ? അവൾ തിന്ന് തൃപ്തിയായി ശേഷിപ്പിച്ചു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ശേഷിപ്പിക്കുകയും ചെയ്തു. അയ്യോ, തൃപ്തി നിങ്ങളെ ഒന്ന് കാണിക്കാറുണ്ട് എനിക്ക്. തൃപ്തി എങ്ങനെ? തൃപ്തി നമ്മൾ കഴിച്ച് വയർ നിറഞ്ഞ്, പിന്നെ വയർ നിറഞ്ഞ്, പിന്നെ ഇവിടം വരെയായി, നെഞ്ച് നിറഞ്ഞ്, പിന്നെ ഇവിടം വരെയായി, പിന്നെ തൊണ്ടയിലോട്ട് നിറഞ്ഞിട്ട് മനസ്സിലായോ? തൃപ്തി ഇങ്ങനെയാ. വയർ നിറഞ്ഞ്, അടിവയറ് നിറഞ്ഞ്, പിന്നെ മുകളത്തെ വയർ നിറഞ്ഞ്, പിന്നെ ചങ്ക് നിറഞ്ഞ്, പിന്നെ മേലോട്ട് നിറഞ്ഞ്, പിന്നെ കഴുത്ത് വണ്ണാക്കം നിറഞ്ഞ് അയ്യോ, കാണുന്നത് നിങ്ങൾ ചിരിക്കുമായിരിക്കും. ഈ ഭാഷ വട്ടാന്ന് പറയുമായിരിക്കും, എനിക്കറിയത്തില്ല. എങ്കിലും ഞാനതൊരു ഉദാഹരണം കാണിച്ചതാ. തൃപ്തി ദൈവം കൊടുക്കും അരവയറല്ല, തൃപ്തിയായി ശേഷിപ്പിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. പടിപടിയായി ദൈവം അവിടെ ഉയർത്താൻ തുടങ്ങി. പടിപടിയായി ദൈവം ഉയർത്തും. പ്രിയപ്പെട്ടവരെ, ആദ്യം ഒരു കാളവണ്ടി തരും, പിന്നെ ഒരു സൈക്കിൾ തരും, പിന്നെ ഒരു സ്കൂട്ടർ തരും, അല്ലെങ്കിൽ പിന്നെ ഒരു കാർ തരും. അല്ലെ നമ്മൾ അങ്ങോട്ട് രക്ഷിക്കപ്പെടുമ്പോഴേ ആദ്യം കിട്ടി, ഓ ഇപ്പൊ പ്ലെയിൻ വേണമെന്നൊക്കെ പറയുന്നത്, ഇപ്പൊ അമേരിക്കയിൽ പോകണമെന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അയ്യോ, ഇതൊക്കെ എന്താ സൂചന? അല്ല, ഇതാണ്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുമ്പോൾ പടിപടിയായി ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആദ്യം അവക്ക് വേണ്ടി വയല് കരുതി. ഹല്ലേലൂയ. പിന്നെ അവക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കരുതി, പിന്നെ അവക്ക് വേണ്ടി വെള്ളം കരുതി, ഇപ്പോൾ അവക്ക് വേണ്ടി ഭക്ഷണം കരുതി. ഹല്ലേലൂയ. അവള് തിന്ന് തൃപ്തിയായി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഒത്തിരി പറയാനുണ്ടെങ്കിലും ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല. നിങ്ങൾ ഒത്തിരി കേട്ട് ബോറാകട്ടല്ലോ. വീണ്ടും 16-ാം വാക്യത്തിൽ വായിച്ചിരിക്കുകയാണെന്ന് എഴുതിയിരിക്കുന്നു, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റയിൽ നിന്ന് വലിച്ചിട്ടേക്കണം. അടുത്ത അതിന്റെ ഓണറുടെ ഓർഡറാ. ഇനി ഇത്ര നാളെ നീ പെറുക്കുന്നില്ലേ, 1, 2, 3 എന്ന് പെറുക്കിക്കൊണ്ടിരിക്കുക. ഇനി നീ അങ്ങനെ പെറുക്കണ്ട. നിനക്ക് വേണ്ടി മനഃപൂർവ്വം ഇട്ടേക്കണമെന്ന് കറ്റയിൽ നിന്ന് വലിച്ചിട്ടേക്കണം. നീ അങ്ങോട്ട് ചെല്ലുക, വാരിക്കോ എടുക്കുക, എന്നിട്ട് വാരി എടുത്ത് അല്ലെങ്കിൽ ചാക്കിനകത്തിട്ട് തല വെച്ച് കൊണ്ടുപോകും. അവളുടെ ജോലിയിൽ ഒരു പ്രൊമോഷൻ. അവളുടെ ഒരു ദിവസത്തെ മുഴുവൻ പണിയും 1 മണിക്കൂറാക്കി കൊടുത്തു. നീ ദിവസം രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ 1, 2, 3 ഓരോന്ന് പെറുക്കി മോളെ, ഇനി നീ കഷ്ടപ്പെടണ്ട. നിന്റെ ജോലിയിൽ ഒരു പ്രൊമോഷൻ ഞാൻ നിനക്ക് തരികയാണ്. ഇനി നിനക്ക് വേണ്ടി മനഃപൂർവ്വം പറിച്ച് കറ്റയെ ഇട്ടിരിക്കുകയാണ്. നീ അങ്ങോട്ട് ചെല്ലുക, വാരി കൂട്ടിയിടുക, ചാക്കിനകത്തിടുക, നീ വീട്ടിൽ പോകുക. നിന്റെ ജോലിക്കൊരു പ്രൊമോഷൻ. ഒരു ദിവസത്തെ ജോലി ഞാൻ 1 മണിക്കൂറാക്കി തന്നിരിക്കുന്നു. ഒത്തിരി കാലം കഷ്ടപ്പെട്ടില്ലേ എന്നെ കേൾക്കുന്നവരെ? ഹല്ലേലൂയ. കഷ്ടപ്പാട് തീരാൻ ഒരു സമയമായിരിക്കുന്നു. ദൈവം ഒരു പ്രൊമോഷൻ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരു പ്രൊമോഷൻ വെച്ചിരിക്കുകയാണ്. ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ, ഒത്തിരി കരഞ്ഞില്ലേ, ഒത്തിരി വിശപ്പ് പോയില്ലേ? ഇതാ ദൈവം ഒരു പ്രൊമോഷൻ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂത്തേ, ഇതാ ഇന്ന് ഇനി മുതൽ നിനക്കൊരു പ്രൊമോഷൻ. നിന്റെ ജോലിക്കൊരു പ്രൊമോഷൻ, നിന്റെ വേലയ്ക്കൊരു പ്രൊമോഷൻ, നിന്റെ ശുശ്രൂഷയ്ക്കൊരു പ്രൊമോഷൻ. ഹല്ലേലൂയ. നിന്റെ സഭയ്ക്കൊരു പ്രൊമോഷൻ, നിന്റെ മക്കൾക്കൊരു പ്രൊമോഷൻ. ഹല്ലേലൂയ. ഒരു പ്രൊമോഷൻ ഇതാ. എന്നും കുന്നും കഷ്ടപ്പാടല്ല, എന്നും കുന്നും ദുഃഖമല്ല, എന്നും കുന്നും കരച്ചിലല്ല, എന്നും കുന്നും കണ്ണുനീരല്ല. ഒരു കുഴിയുണ്ടെങ്കിൽ ഒരു കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഹല്ലേലൂയ, കറ്റയെ നമുക്ക് വേണ്ടി മനഃപൂർവ്വം ഇട്ടിരിക്കുന്നു. അതെ, ഹല്ലേലൂയ. അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. അവളെ ആരും വഴക്ക് പറയരുത്. നിങ്ങൾ അവക്ക് വേണ്ടി പറിച്ചിട്ടേക്കണം. ഹല്ലേലൂയ. നീ പോയി മോളെ വാരി കൂട്ടി എടുത്തിട്ട് പോവുക. ഹല്ലേലൂയ. ഇത് അവളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു അനുഗ്രഹം വന്നു. അവക്ക് വേണ്ടി വെള്ളം കരുതി, അവക്ക് വേണ്ടി ഭക്ഷണം കരുതി, അവക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കരുതി. ഇപ്പോൾ അവക്ക് വേണ്ടി ഹല്ലേലൂയ മനഃപൂർവ്വം പുരിഞ്ഞിട്ടിരിക്കുക ജോലിക്കാരി. നീ വാരിക്കൊണ്ട് പൊക്കോ മോളെ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി മുന്നോട്ട് എടുക്കുന്ന സ്റ്റെപ്പ്, എന്റെ ദൈവം നിന്റെ ദൈവം, വിശ്വാസത്താലുള്ള പുറപ്പാട്. അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരം വരുന്നു. ദൈവം നിന്നോട് കൂടെ നടക്കുന്നു. ദൈവം നിന്റെ കാര്യങ്ങളെ നടത്തുന്നു. ഇതാ നമ്മൾ മുന്നോട്ട് വീണ്ടും വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഇതിന്റെ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഹല്ലേലൂയ. നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്നു പിടിക്ക എന്ന് പറഞ്ഞു. അവൾ അത് പിടിച്ചപ്പോൾ അവൻ 6 കഴി യവം ഹല്ലേലൂയ അളന്നു കൊടുത്തു. ഹല്ലേലൂയ. എന്റെ മോളെ, ഇനി നീ വാരിക്കൂട്ടണ്ട.
നീ അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി മെതിച്ച് അല്ലെങ്കിൽ കുടഞ്ഞ് ഉണക്കി ഇതൊന്നും ചെയ്യണ്ട, എല്ലാം വിട്ട് റെഡിയായി കിടക്കുക. അടുത്ത പ്രൊമോഷൻ, അല്ലേലിയോ, നിന്റെ അടുത്ത പ്രൊമോഷൻ ജോലിയിലിതാ. നീ പോയി വാരിക്കുട്ടി ചാക്കി കയറ്റി അവിടെ കൊണ്ടുപോയി വീണ്ടും മെതിച്ച് അടിച്ചു പോയി, ഇതൊന്നും ചെയ്യണ്ട, എല്ലാം റെഡിയാണ്. നീ അങ്ങോട്ട് പുതപ്പ് പിടിച്ചാൽ മാത്രം മതി. 1, 2, 3, 4, 5, 6 ഹല്ലേലൂയ, പുതപ്പ് പിടിക്കുക, എല്ലാം റെഡിയാണ്. ഇതാ നിന്റെ ജീവിതത്തിൽ അടുത്ത പ്രൊമോഷൻ. നിന്റെ 1 മണിക്കൂറത്തെ ജോലി 1 മിനിറ്റ് ആക്കി. അല്ല, അടുത്ത പ്രൊമോഷൻ. നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ബോവസിന്റെ വയല്, നിനക്ക് വേണ്ടി വെള്ളം, നിനക്ക് വേണ്ടി ഭക്ഷണം, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ, നിനക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ. ഇതാ രണ്ടാമത്തെ പ്രൊമോഷൻ. നീ ഇത് വെറുതെ ഇങ്ങോട്ട് പിടിച്ചു തന്നാ മതി. അളന്ന് എല്ലാം മെതിച്ച് എല്ലാം ഉണങ്ങി എല്ലാം പതിരി പാറ്റി എല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. നീ പുതപ്പ് ഇങ്ങോട്ട് പിടിച്ചോ. ഓ 6 ഇടങ്ങഴി അവളിലേക്ക് ഇട്ടുകൊടുത്തു. ഹല്ലേലൂയ. ഇനി നിനക്ക് കഷ്ടപ്പെടേണ്ട പ്രിയപ്പോളെ, ഇനി നീ ഭാരപ്പെടണ്ട, ഇനി നീ കണ്ണുനീർ ഒഴുക്കണ്ട, ഇനി നീ വിശന്ന് ഇരിക്കണ്ട, ഇനി നിനക്കൊന്നുമില്ലാതെ ജീവിക്കണ്ട. നിന്റെ ജോലിയിൽ ഒരു പ്രമോഷനും കൂടെ. 1 മണിക്കൂർ നേരത്തെ ജോലി 1 മിനിറ്റ് ആക്കി കൊടുത്തു. അതെ, വീണ്ടും മുന്നോട്ട് പോകാം. അതെ, അതിന്റെ 3-ാം അധ്യായത്തിന്റെ, അതിന്റെ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, അതിന്റെ അവസാനം വായിക്കാൻ പോവാ. മഹളേന്റെ ഭാര്യ മോവാബ് സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂത്തിനെ കല്യാണം കഴിക്കാൻ പോവുക. ഏത് വയലിൽ പെറുക്കാൻ ഇറങ്ങിയോ അതേ വയലിന്റെ ഓണറായി മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ ഓണർ ബോവസ് രൂത്തിനെ കല്യാണം കഴിക്കാൻ പോവുക. ഏതു വയലിൽ അവൾ ഇറങ്ങിയോ അതിന്റെ മാലിക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂത്ത് അതിന്റെ ഉടമസ്ഥയായി മാറുക. ഹല്ലേലൂയ. വീണ്ടും അവളുടെ ജീവിതത്തിൽ ഒരു പ്രമോഷൻ കൂടെ. നോ മോർ വർക്ക്, നോ മോർ വർക്ക്. ഇതുകൊണ്ട് നിന്റെ ജോലി തീർന്നു. നീ ഇതിന്റെ അവകാശം എന്ന് മുതൽ. നിന്റെ ജോലി, ഒരു ദിവസത്തെ ജോലിക്ക് പ്രൊമോഷൻ കൊടുത്ത് 1 മണിക്കൂറാക്കി. ആ 1 മണിക്കൂർ 1 മിനിറ്റ് ആക്കി. ഇപ്പോൾ നോ മോർ വർക്ക്. നീ ഇതിന്റെ ഓണറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ രൂത്ത് ഈ ഫാമിന്റെ ഓണറായി. ഇനിയിപ്പോ രൂത്ത് എങ്ങനെ വരുന്നറിയാവോ ഈ വയലിലേക്ക്? കൊടയൊക്കെ പിടിച്ച് ഇങ്ങനെ രൂത്ത് വരുക വയലിലേക്ക്. അങ്ങോട്ട് മാറ്റി, അങ്ങനെ അങ്ങോട്ട് മാറ്റിയിടത്. അപ്പോഴേ ഒരു കാര്യം പറയട്ടെ, 10-30 കൊല്ലമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന പലരും ഉണ്ട്. ഇവളുമാര് രാവിലെ ചൂട് ഇവിടെല്ലാം പെയിന്റ് ഒക്കെ പരട്ടി, മുടിയൊക്കെ ചേരിക്ക് പരട്ടി, വലിയ പൗഡറും ചുണ്ണാമ്പൊക്കെ പരട്ടി ഈ ബോവസിന്റെ അടുത്ത് പലരും കിണിയൊക്കെ നിന്ന് കാണും. ബോവസ് എങ്ങനെയും ഒന്ന് പ്രസാദിപ്പിക്കാൻ. ഹല്ലേലൂയ. ഇവളുമാര് നോക്കും, എങ്ങാണ്ടെന്ന് വന്ന രൂത്തിന് എന്നായിരുന്നിട്ടാ ഈ മനുഷ്യൻ അവളെ പോയി കല്യാണം കഴിക്കുന്നത്. ആൾക്കാര് പിറുപിറുക്കാൻ തുടങ്ങും. അസൂയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അറിയാമല്ലോ. ഹല്ലേലൂയ. അസൂയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ടെന്ന് മറക്കരുത്. ഹല്ലേലൂയ. അവിടുത്തെ ജോലിക്കാർക്ക് രൂത്തിനോട് നല്ലപോലെ അസൂയ വന്ന് കാണും. ഞങ്ങള് ഇവിടെ 10 കൊല്ലം കൊണ്ട് ഞാനിവിടെ കിളക്കിയോ, ഇന്ന് വരെ ബോബസ് ഒരു റൊട്ടി തന്നിട്ടില്ല, ഒരു ചപ്പാത്തി ചോദിച്ചിട്ടില്ല. ഞാൻ എന്നും ചുണ്ണാമ്പ് പരട്ടി, പൗഡർ പരട്ടി, ഞാൻ എന്നും സുന്ദരിയായിട്ട് വരും. ഒരു പ്രാവശ്യം പോലും ഈ മനുഷ്യൻ എന്നെ നോക്കിയിട്ടില്ല. ഇന്നലെ വന്ന രൂത്ത് ഇവക്ക് എന്തോ ഇരുന്നിട്ടാ. ആൾക്കാർ പിറുപിറുക്കും അല്ലേ? നിങ്ങളൊക്കെ പിറുപിറുത്തൽ കാണുന്നല്ലേ, കേൾക്കുന്നവരില്ലേ? ഹല്ലേലൂയ. ചില സാഹചര്യത്തിൽ ഉണ്ടെന്നേ എനിക്കറിയാന്നേ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലേ? എനിക്കങ്ങനെ മനസ്സിലായി, അറിയാന്നേ. ഹല്ലേലൂയ. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ പാസ്റ്റർ ആയത്, ചുമ്മാ ആയതല്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആൾക്കാര് പിറുപിറുക്കും, പറയുമ്പോ ഇന്നലെ വന്നവളാ കുടയം പിടിച്ച് നിൽക്കുന്നു.
പതിയെ പറയത്തുള്ളൂ കേട്ടോ. ഉറക്കെ പറഞ്ഞാൽ വിവരം അറിയും. കുനിഞ്ഞെന്ന് പറഞ്ഞു, ഇന്നലെ വന്നവളാ കൊടയം പിടിച്ച് നിൽക്കുന്നു. പതിയെ പറയത്തുള്ളൂ, ഉറക്കെ പറഞ്ഞാൽ വിവരം അറിയും. ഹല്ലേലൂയ. രൂത്ത് കൊടയം പിടിച്ച് നിൽക്കുക. അവൾ അതിന്റെ ഓണറായി മാറി. നിന്റെ ദൈവം എന്റെ ദൈവം. നോ മോർ വർക്ക്. നിന്റെ വിശർപ്പിന് ഒഴുക്കേണ്ട ആവശ്യമില്ല. ഇനി നീ കണ്ണീരൊഴുക്കേണ്ട ആവശ്യമില്ല. ഇനി നീ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. ഇനി നീ നിന്റെ ഹല്ലേലൂയ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് മുഴുവൻ നിന്റെതാണ്. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. എത്രയോ സത്യമാ വചനത്തിലുണ്ട്. ദൈവമേ, നമ്മൾ ദൈവത്തെ മാനിക്കാൻ ഇറങ്ങിക്കൊണ്ടല്ലേ ദൈവം ഇത്രയും നമ്മളെ മാനിച്ചത്. ഇല്ലെങ്കിൽ ഇതിന്റെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ വല്ലോ യോഗ്യതയെ പ്രിയപ്പെട്ടവരെ എനിക്കുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് വല്ലവർക്കും ഉണ്ടോ ദൈവം തന്നതല്ലാതെ? ഹല്ലേലൂയ. അവന്റെ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി തന്നത് കൊണ്ടല്ലേ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. അതേ, മുന്നോട്ട് പോട്ടെ. ഹല്ലേലൂയ. ഇനി നമ്മൾ വരുമ്പോ ഹല്ലേലൂയ രൂത്ത് ഭാര്യനി അതിന്റെ 17ാമത്തെ വാക്യം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. അയൽക്കാരികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു. അവൻ ഒബേദ് എന്ന് പേർ വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ ഇവൻ തന്നെ. ഇതാ നവോമിക്കൊരു മോൻ ജനിച്ചു, ഒബേദ്. ഒബേദിനൊരു മോൻ ജനിച്ചു, ഇശായി. ഇശായിക്കൊരു മോൻ ജനിച്ചു, ദാവീദ്. ഹല്ലേലൂയ. ദാവീദാരാ? ഇസ്രായേലിന്റെ രാജാവ്. ഹല്ലേലൂയ. ദാവീദിനോട് ചോദിക്കും, ദാവീദേ, നീ എങ്ങനെ ഇസ്രായേലിന്റെ രാജാവായി? ദാവീദ് പറയും, എനിക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു, ഒന്നുമില്ലായിരുന്നു. വിശ്വാസത്തോടെ വിളിച്ചൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തി, നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. വിശ്വാസ പുറപ്പാട്. ഒന്നും കണ്ടിട്ടല്ല, ഒന്നും നോക്കിയിട്ടല്ല, വിശ്വാസ പുറപ്പാട്. ഏത് രാജ്യത്തേക്ക് വിശ്വാസത്തോടെ അവൾ ചുവട് വെച്ചോ, അതേ രാജ്യത്തിന്റെ രാജാവ് ഞാനായിരിക്കുന്നു. എന്റെ മുത്തശ്ശിയുടെ വിശ്വാസം. ഹല്ലേലൂയ. എന്നെ രാജാവാക്കി എന്റെ മുത്തശ്ശി പെറുക്കാൻ ഇറങ്ങിയ ഈ രാജ്യം, എന്റെ മുത്തശ്ശി വിശ്വാസത്തോടെ വന്ന രാജ്യത്തിന്റെ രാജാവ് ഞാൻ അതുകൊണ്ടായിരിക്കുന്നു. ഇനി ദാവീദിന്റെ മോൻ ശലോമോൻ ആരാ? ഹല്ലേലൂയ. ഇസ്രായേലിന്റെ രാജാവ്. ശലോമോന്റെ മോൻ ആരാ? ഇസ്രായേലിന്റെ രാജാവ്. അവന്റെ മോൻ ആരാ? ഇസ്രായേലിന്റെ രാജാവ്. അവന്റെ മോൻ ആരാ? ഇസ്രായേലിന്റെ രാജാവ്. അവന്റെ മോൻ ആരാ? ഇസ്രായേലിന്റെ രാജാവ്. മോൻ രാജാവ്, 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 മോൻ രാജാവ്. ഒന്ന് ശ്വാസം എടുക്കട്ടെ. മോൻ രാജാവ്. എത്രനായി? എണ്ണിയോ? ഒരു പരമ്പര, രാജാക്കന്മാരുടെ ഒരു പരമ്പര രൂത്തിൽ നിന്ന് ഉത്ഭവിച്ചു. അവസാനം യഹൂദാ ഗോത്രത്തിൽ നിന്നൊരു സിംഹം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. 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 രൂത്തിൽ നിന്ന് ഉത്ഭവിച്ചു. ഹല്ലേലൂയ. നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസ പുറപ്പാട്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അവക്ക് വേണ്ടി ബോവസിന്റെ വയല് ദൈവം കരുതി, അവക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കരുതി. ബാല്യക്കാർ നിന്നെ തൊട്ടുപോകരുത് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവക്ക് വേണ്ടി വെള്ളം കരുതി, അവക്ക് വേണ്ടി ഭക്ഷണം കരുതി, അവക്ക് വേണ്ടി കറ്റകളിൽ നിന്ന് വലിച്ചിട്ടു, അവക്ക് വേണ്ടി എല്ലാം റെഡിയാക്കിയിട്ടു, അളന്നിട്ട് കൊടുത്തു. അവളെ മാലിക്കനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു, ഓണറെ കൊണ്ട്.
അവക്കുണ്ടായ സന്താനങ്ങൾ അതേ രാജ്യത്തിന്റെ രാജാക്കന്മാർ. ഞാൻ എന്നെ കേൾക്കുന്നവരോട് ഒരു ദൂത് എനിക്ക് പറയാനുണ്ട്. നിങ്ങളോട്. എന്നെ കേൾക്കുന്ന ഒരു ദൂത് എനിക്കുണ്ട്. നിങ്ങളെ ആരെയും എനിക്ക് അറിയത്തില്ല. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അമ്മാമ്മയുടെ ദൂത് എനിക്കുണ്ട്. ഞാനൊരു പ്രവാചകനൊന്നും അല്ല, ഞാൻ വചനത്തിലൂടെ സംസാരിക്കുന്നത് കേട്ടോ. ഈ കേൾക്കുന്ന അമ്മാമ്മയുടെ ഒരു ദൂതുണ്ട്, കേൾക്കുന്നവരുണ്ട്. ദൈവം നിങ്ങളെ അമ്മ അനുഗ്രഹിക്കുമ്പോൾ നമ്മളെ മാത്രമല്ല, നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. നമ്മളെ മാത്രമല്ല ദൈവം അനുഗ്രഹിക്കും, നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കും. തലമുറയായി വരും. ദൈവം രൂത്തിനെ മാത്രമല്ല അനുഗ്രഹിച്ചത്, അവളുടെ തലമുറകൾ മുഴുവൻ ഇസ്രായേലിന്റെ രാജാക്കന്മാർ. അല്ലെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ അവൻ നമ്മെ മാത്രമല്ല, നമ്മുടെ തലമുറകൾ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളോടെ അവസാനിപ്പിക്കട്ടെ. നിന്റെ ദൈവം, എന്റെ ദൈവം, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നിങ്ങളെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്നവരെ, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. നമ്മൾ മറ്റൊരു വിശ്വാസത്തിലും പോകരുത്. രക്ഷിക്കപ്പെടണം, നമ്മൾ സ്നാനപ്പെടണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഏതെല്ലാം പ്രതികൂലം വന്നാലും, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, നാം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ നാം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. നാം വിശുദ്ധിയിൽ ജീവിക്കണം. യേശുക്രിസ്തുവിനെ മാത്രമേ നാം പ്രാർത്ഥിക്കാം. വേറെ അന്ധവിശ്വാസത്തിന്റെ കുരുക്കിലാണെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. ആർക്കെങ്കിലും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന, അതെ, രക്ഷിക്കപ്പെടുന്ന പ്രാർത്ഥന. നിങ്ങളുടെ തെറ്റുകൾ ദൈവം പൊറുക്കും. നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായാണെങ്കിലും അത് ഹിമം പോലെ കർത്താവ് ഇന്ന് വെളുപ്പിക്കും. ഒരുപക്ഷെ ഈ പ്രസംഗം സഹോദര നിനക്ക് വേണ്ടിയായിരിക്കും. ഈ പ്രസംഗം, ഈ സാക്ഷ്യ സഹോദരി നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഞാൻ ഈ പ്രസംഗിക്കുന്നത് അമേരിക്കയിലും മെക്സിക്കോയുടെയും ബോർഡറിൽ ഇരുന്നുകൊണ്ട് ഇന്ന് ഈ പ്രസംഗം, ഈ ശുശ്രൂഷ ഞാൻ നടത്തുന്നത് ഒരുപക്ഷെ സഹോദരന് വേണ്ടിയായിരിക്കും. എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനൊരു പാപിയാവുന്നു, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. നിങ്ങൾക്ക് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാം. ദൈവമേ, സർവശക്തനായ ദൈവമേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അറിഞ്ഞും അറിയാതെ ചെയ്ത എല്ലാ പാപത്തിനും കർത്താവെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്ന് കർത്താവായ യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ പ്രാർത്ഥന എൻ്റെ കൂടെ പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും രക്ഷിക്കപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവാത്മാവ് നിങ്ങളെ ഹേമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് സ്ഥലത്തായിരിക്കുന്നോ, ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ, നിങ്ങൾക്ക് ഈ പ്രാർത്ഥന എൻ്റെ കൂടെ പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, ഞാൻ അങ്ങ് എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമായി ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ മരണം വരെയും യേശു ക്രിസ്തു മാത്രം എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും. കർത്താവെ, എനിക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കണമേ. നിങ്ങൾക്ക് എന്നോട് പ്രാർത്ഥിക്കാം. കർത്താവ്, എനിക്ക് വേണ്ടി പുതിയ വാതിൽ തുറക്കണമേ. കർത്താവെ, സ്നാനപ്പെടാൻ എനിക്ക് വഴികൾ, അവസരങ്ങൾ ഒരുക്കി തരണമേ. എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു. കർത്താവെ, എന്നെ ഉപയോഗിക്കണമേ. കർത്താവെ, അവിടുന്ന് എന്നെ എവിടെ അയച്ചാലും ഞാൻ പൊക്കൊള്ളാവേ. ഞാൻ അങ്ങയുടെ വേല ആഗ്രഹിക്കുന്നു. എന്നെയും കൂടെ ഒന്ന് ഉപയോഗിക്കണമേ. ഇതാ എന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ആരെങ്കിലും എൻ്റെ ഈ സാക്ഷ്യം കേട്ട്, ഈ വചനം കേട്ട്, ദൈവമേ, ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് അവരെ കൺട്രോൾ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് നല്ല ആലോചന അവർക്ക് കൊടുക്കണമേ. അവർ നഷ്ടപ്പെട്ടു പോകല്ലേ. ഞാൻ അവർക്ക് വേണ്ടി അവരുടെ മേൽ യേശു ക്രിസ്തുവിന്റെ രക്തം മുദ്രയിടുന്ന കർത്താവേ, നീ അവരെ വീണ്ടെടുത്ത് പുത്തൻ വഴികൾ അവർക്ക് വേണ്ടി തുറക്കണമേ. ഈ വചന ശുശ്രൂഷ കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ അവരെ ഓരോരുത്തരെയും നിന്റെ വചനത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയ്ക്കുള്ളിൽ അവരെ നീ മറച്ചു കൊള്ളണമേ. ബാലസിംഹങ്ങളും കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്ക് കുറവില്ല. ഇന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും ഇത് നീതിയായി കണക്കിടണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ.
ആമീൻ. താങ്ക് യു സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. വളരെ അനുഗ്രഹീതമായ ഒരു അനുഭവ സാക്ഷ്യം, അതോടൊപ്പം തന്നെ വചനവും വളരെ അനുഗ്രഹമായിരുന്നു. എൻ്റെ ജീവിതത്തോടും വളരെയധികമായിട്ട് കർത്താവ് സംസാരിച്ചു. പാസ്റ്ററുടെ ഓരോ ടെസ്റ്റ് മണി കേട്ടപ്പോഴും ഞാൻ എൻ്റെ മിഷൻ ട്രിപ്പുകൾ ഞാൻ ഓർത്തു പോവുകയായിരുന്നു. ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലും കടന്നു പോകുമ്പോഴും എൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനതെല്ലാം ഓർത്തു പോവുകയായിരുന്നു. ആമേൻ. ഒക്കെയും പാസ്റ്റർ പറഞ്ഞ പോലെ വാക്യങ്ങൾ വിളിച്ചു പറഞ്ഞു, ബാലസിംഹങ്ങളെ കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ ഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്ക് മുടക്കം വരികയിലും ചിന്തിക്കുന്ന ദൈവം എവിടെയും തന്റെ മക്കളെ കാത്തു പരിപാലിക്കുന്ന ദൈവം. ആമേൻ. എത്ര ആമേൻ. എത്ര എത്ര എൻകറേജ് ആയിട്ടുള്ള സാക്ഷ്യം. ഞാന് ഇപ്പൊ എന്റെ വയ്യാഴികയിൽ കുറച്ച് പോക്ക് കുറയ്ക്കാനായിട്ട് ചിന്തിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഒന്നുകൂടെ ഇത് കേട്ടപ്പം ആമേൻ. ഒന്നുകൂടെ ധൈര്യവും ബലവും ഉണ്ടായി. എന്റെ നല്ല ആമേൻ. യൗവനത്തിലൊക്കെ ഞാൻ ഇന്ത്യയുടെ അന്നത്തെ കാലത്തൊക്കെ ചെറുകാലങ്ങളിൽ ഇന്ത്യയുടെ സ്റ്റേറ്റുകളിൽ, ഓരോ സ്റ്റേറ്റുകളിലൊക്കെ വടക്കേന്ത്യകളിലൊക്കെ പോകുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതെ അതെ. ആ സമയങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് പോലുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ ആമേൻ. ചിന്തിക്കുമ്പോൾ ഇന്ന് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും ആമേൻ എന്നെ ശക്തനാക്കുന്നു. ഞാൻ പറയുന്നത് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ആമേൻ. എവിടെയും ഏതവസ്ഥയിലും ഞാൻ ഈ വാക്യം പറയും. ആമേൻ. പാസ്റ്റർ ബാലസിംഹങ്ങളെ കേട്ട ഞാൻ ചിന്തിച്ചു, ദൈവമേ ഈ വചനത്തിന്റെ ശക്തി എത്ര വലിയതാ. ആമേൻ. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സമയങ്ങളിലും ആമേൻ ദൈവം നടത്തുന്ന വിധങ്ങൾ വളരെ അനുഗ്രഹീതമായ സാക്ഷ്യമായിരുന്നു. എൻ്റെ സാക്ഷ്യം പറഞ്ഞാലും ആമേൻ തീരത്തില്ല. അതുപോലെ ദൈവം ആമേൻ എനിക്ക് ഒന്നുകൂടെ ബലം തരുവാനിടയായി. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നത് ശക്തമായിട്ട് കർത്താവ് കുടുംബമായി ഉപയോഗിക്കട്ടെ. രാജ്യത്തിന്റെ ആമേൻ 119 രാജ്യങ്ങൾ കടന്നു പോകുവാൻ ദൈവം ഇവിടെയാക്കിയല്ലോ. ഒരു കണക്കിന് അസൂയം തോന്നുവാ. സ്തോത്രം. എനിക്കും ഇങ്ങനെ സഞ്ചരിച്ച് സുവിശേഷം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാ. കർത്താവ് ചില അവസരങ്ങളിൽ നമ്മൾ ഒതുങ്ങിയിരിക്കേണ്ടതായിട്ട് വരും. പക്ഷെങ്കിൽ ഇപ്പൊ പറഞ്ഞ വാചകം വയലിൽ ഹല്ലേലൂയ, ഇനി നമുക്ക് ഒതുങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. സർവ്വ അധികാരവും തന്നിരിക്കുമ്പോൾ ആമേൻ പോകാനുള്ള ധൈര്യം, സർവ്വ വിധികളെ സർവ്വതും കയ്യിലുണ്ട്. പോകാനുള്ള കാര്യങ്ങൾ കർത്താവ് ക്രമപ്രതി ഞാൻ ദൂത് അങ്ങനെ അങ്ങേറ്റെടുത്തു. കർത്താവ് തന്റെ ദാസനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ മാനിക്കട്ടെ. എല്ലാ വിധത്തിലും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒറ്റ വാക്കിൽ കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ നല്ല അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ട് ദൈവമേ ഞങ്ങളെ ഒക്കെയും കർത്താവെ ആത്മാവിൽ ഉറപ്പിക്കുവാൻ, എൻകറേജ് ചെയ്യുവാൻ തന്റെ ദാസന്റെ വാക്കുകളെ സഹായിച്ചുള്ളൂ. ഇനിയും അനേകായിരങ്ങളിൽ ഈ സാക്ഷ്യം എത്തപ്പെടണം കർത്താവെ. പല മീഡിയകളിലൂടെ ഈ സാക്ഷ്യം കേട്ടുവെങ്കിലും കർത്താവെ തന്റെ ദാസന്റെ ജീവിതത്തിലെ ആമേൻ ജീവിതാനുഭവങ്ങൾ പിന്നീടും കർത്താവെ ഇനി അനേകായിരങ്ങളിൽ എത്തപ്പെടുവാനുണ്ടല്ലോ. ആരുടെയൊക്കെ ആമേൻ കാതുകളിൽ ഈ സാക്ഷ്യവാചകങ്ങൾ എത്തണമോ അവിടെ ഒക്കെയും എന്റെ സ്വർഗം ഇത് എത്തിക്കണമേ. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവനെങ്കിൽ ജീവൻ വെച്ച് കർത്താവിന്റെ രാജ്യത്തിന് മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളൊന്നും ഇതിനൊന്നും യോഗ്യരല്ലായിരുന്നു കർത്താവേ. ഞങ്ങളെ ഇതിനൊക്കെയും അങ്ങാണ് യോഗ്യരാക്കി തീർത്തത്. ആകയാൽ അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. അവിടെ അഭിഷിക്തനെ ശക്തിയോട് അതിശക്തമായി കുടുംബമായി പിന്നെയും ഉപയോഗിക്കണം. ഇനിയും തങ്ങളുടെ യാത്രകളെ, ട്രിപ്പുകളെ ഒക്കെ കർത്താവ് മാനിക്കണം. മുൻപടിയായി പിൻപടിയായി ഇടത്തും വലത്തും കാവലായി ദൈവിക സാന്നിധ്യം അവർക്ക് കൂടെ ഇരിക്കേണ്ടതിനായിട്ട് അടിയങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വരുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കി. ഞങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായി കർത്താവേ. എങ്കിലും എനിക്ക് നടുവിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടല്ലോ കർത്താവേ. ഈ സാക്ഷ്യവാചകങ്ങളും കർത്താവേ തിരുവചന സത്യങ്ങളും ഞങ്ങൾക്ക് ഒരുപോലെ ആശ്വാസം പകരുന്നതായി, എൻകറേജ് ആക്കി തീർക്കുന്നതായി തീരുവാൻ കർത്താവ് കരുണയായിട്ട് നന്ദി. തുടർന്നും കർത്താവിന്റെ സാന്നിധ്യം അങ്ങയുടെ അഭിഷിക്തനോടും കുടുംബത്തോടും കൂടെ ഇരിക്കണം. നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കണം. പൊന്നേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.